നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. നെയ്യാറ്റിൻകരയിൽ ഗോപൻ സ്വാമിയുടെ സമാധിയെ ചൊല്ലി വലിയ കോലാഹലങ്ങൾ നടക്കുകയായിരുന്നു. ഏതായാലും ഈ സമാധി പൊളിക്കുകയും ഭൗതിക ശരീരം പരിശോധിക്കുകയും ചെയ്തിരിക്കുന്നു. പ്രാഥമിക പരിശോധനയിൽ പ്രശ്നങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല. എന്നാൽ ആന്തരിക അവയവങ്ങളുടെയൊക്കെ രാസഫല പരിശോധനകൾ പുറത്തു വരാനുണ്ട്. അത് കഴിയുമ്പോൾ അതിലൊരു വ്യക്തമായ ഒരു ചിത്രം വരും എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ വിഷയം ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിൽ പൊതുവേദി വെക്കുകയാണ്. മഹാസമാധിക്ക് ശേഷം ഇനി എന്ത് സംഭവിക്കും? നാളെയാണ് മഹാസമാധി നടക്കാനിരിക്കുന്നത്. പ്രേക്ഷകർക്കും അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. നമ്മുടെ ആദ്യ കോളർ ബാലരാമപുരത്ത് നിന്ന് ശിവദാസനാണ്. ശ്രീ ശിവദാസൻ, കേൾക്കാമോ? നമസ്കാരം. അങ്ങ് ബാലരാമപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. ഈ സംഭവത്തെക്കുറിച്ച് വളരെ വ്യക്തമായി അറിയാവുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു അങ്ങ് ഗോപൻ സ്വാമിയെയും അറിയാമെന്ന് തോന്നുന്നു, അല്ലേ? 100%. അങ്ങക്ക് എന്ത് തോന്നുന്നു? ഇത് ഇപ്പൊ ദുരൂഹതകൾ മാറിയോ? എന്താണ് അങ്ങയുടെ ഒരു അഭിപ്രായം? സാറേ, എന്താ പറയും, അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹം സമ്മതിപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും എല്ലാവരുടെ മുമ്പും വിചാരിച്ചു. അവസാനം ബഹുമാനപ്പെട്ട കോടതിയിലെടുത്തും പോയി. ആ ദിവസം പോലും കൊടുത്തില്ല. ഹിന്ദു ആയാലും മുസ്ലിം ക്രിസ്ത്യാനിയായാലും ഒരു വിശ്വാസം, ആചാരമുണ്ട്. അത് പാവപ്പെട്ടവനായാലും എത്ര വലിയവനായാലും. പക്ഷെ അദ്ദേഹത്തിന്റെ ആരും ശ്രദ്ധിക്കാതെ എടുത്ത് ഇങ്ങനെ അദ്ദേഹത്തിന്റെ കീഴ് കസകളാക്കി നടക്കൊണ്ട് എന്ത് ചെയ്യാൻ പോകുന്നത്? അത് ശരിയല്ല. ഓർക്കാൻ പറ്റില്ല. അദ്ദേഹം കൊച്ചിയിലെ ആരംഭിച്ച അന്തയില് മറക്കയറ്റം നടത്തി കിടന്ന പൈസ പൂജയ്ക്ക് കൊണ്ടുപോയി നടത്തിയ ആളായിരുന്നു. ഹിന്ദു ആചാര വിശ്വാസത്തിന്റെ പരമായി അദ്ദേഹം ഹിന്ദുവായി പോയി. കുടുംബത്തെ പോലും നോക്കാതെ കിട്ടുന്ന പൈസക്ക് പൂജ വാങ്ങി സാധനം വാങ്ങി അച്ഛന്റെ ആ കാലകാലങ്ങളുള്ള ആ ക്ഷേത്രത്തിനെ ആചാരിച്ചു കൊണ്ടുവന്ന ഒരു വ്യക്തിയായിരുന്നു മഹാമനുഷ്യൻ. പക്ഷെ നമ്മളെ ഹിന്ദു വിശ്വാസത്തെയും ക്രിസ്ത്യൻ വിശ്വാസത്തെയും മുസ്ലിം വിശ്വാസത്തെയും എല്ലാം മനസ്സിലാക്കാത്ത ഒരു കോടതി പോലും നമുക്ക് ഇല്ലല്ലോ സാറേ. നമ്മൾ ഇനി എവിടെ പോവും? നമ്മൾ അച്ഛനും അമ്മമാർക്കും മക്കൾക്ക് വേണ്ടിയും സ്നേഹം കൊടുക്കുന്ന അമ്മമാർക്കും അച്ഛന്മാർക്കും മക്കൾക്കും വേണ്ടി നമ്മൾ എവിടെ പോവും? സത്യത്തിന് വില കൊടുക്കാൻ ആരുമില്ല. ഇവിടെ കരിഞ്ചന്തക്കാർക്കും കൊള്ളക്കാരന്മാർക്കും പെൺഭാവനക്കാരന്മാർക്കും മാത്രമേ ഇവിടെ എല്ലാം നീതിയുള്ളൂ. അതേപോലെ വിശ്വസിച്ചുകൊണ്ടാണ് സാറേ ഈ പാവപ്പെട്ട ഒരു ആചാരത്തെ അവമാനിക്കുന്നത്. അല്ല, പക്ഷേ ഇത് ഒരു സ്വാഭാവികമായ ഒരു ജനാധിപത്യ സർക്കാരിന് പരാതി കിട്ടുമ്പോൾ അതിൽ പരിശോധന നടത്താതിരിക്കാൻ കഴിയുമോ? ഒരു മിനിറ്റ്, ഞാൻ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ ബഹുമാനപ്പെട്ട കോടതിക്ക് 5 ദിവസം ആ പൂജ സമയം ചോദിച്ചു. നമ്മള് ഭാര്യയാണ്, മക്കളാണ്. അവർ ചോദിച്ചു, നമുക്ക് സമയം ഒരു പൂജയുണ്ട്, ആചാരമാണ്, അത് നമ്മൾ അനുവദിക്കും. അതുപോലും കൊടുത്തില്ല സാറേ. സാറിന് എന്ത് പറയും സാറേ? സാർ എന്നോട് മറുപടി പറയണം. സാർ എന്ത് ചെയ്യും? അല്ല, എനിക്കിതിനെ പറ്റി കൃത്യമായി അറിയാത്തതുകൊണ്ടാണ്. പക്ഷേ സ്വാഭാവികമായും ഇന്ന് കൂടുതലും നമ്മൾ ശാസ്ത്ര ഒക്കെ ഉള്ളൊരു ലോകത്താണല്ലോ ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് അത്തരം കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു മരണം അത് പരാതി വന്നു. പരാതിയെ തുടർന്ന് ചില ചോദ്യങ്ങൾ ഉയരുന്നു. ചിലർ പരാതിയുമായി രംഗത്ത് വരുന്നു. അപ്പോൾ സ്വാഭാവികമായി അതൊരു നടപടിക്രമമായി കണ്ട് ഇനി ആ പ്രശ്നം. അതേസമയം അവര് ഹിന്ദു ആചാരപ്രകാരവും എല്ലാ മതവിശ്വാസ ആൾക്കാരായിരുന്നു. അവര് എന്തെങ്കിലും പട്ടികയിൽ കൊണ്ടുപെടുത്താൻ വേണ്ടി കുറെ ഭാഗങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ സഹോദരങ്ങൾ എന്ത് ചെയ്തു? അവര് പഞ്ചായത്ത് മെമ്പർ അറിയിക്കാമായിരുന്നു, പഞ്ചായത്ത് സെക്രട്ടറി അറിയിക്കാമായിരുന്നു, ഡോക്ടറെ അറിയിക്കാമായിരുന്നു. അത് ചെയ്തില്ല. ആ തെറ്റായ ഭാഗത്തുണ്ട്. ഞാൻ അംഗീകരിക്കുന്നു സാറേ, അംഗീകരിക്കുന്നു. പക്ഷെ എന്നാൽ ബഹുമാനപ്പെട്ട കോടതിയിലൂടെ 5 ദിവസം ജാതി ചോദിച്ചിട്ട് കൊടുക്കാത്ത ഒരു കോടതി മനുഷ്യനാണോ സാറേ? എന്നോട് ക്ഷമിക്കണം. അല്ല, പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ശരീരം സ്വാഭാവികമായി അത് ഇപ്പൊ ഇതായല്ലോ. അപ്പൊ സ്വാഭാവികമായി ഒന്നും ആയില്ല സാറേ, ഒന്നും ആയിട്ടില്ല. അത് കാണണം. അപ്പൊ പോഷൻ ചെയ്ത ഡോക്ടർമാർക്ക് അറിയാം. സാർ കാണണം, ദയപ്പെടുന്ന കാണണം. ഒന്നും ആയിട്ടില്ല. അത് വിശ്വാസത്തിന്റെ പേരിൽ നമ്മൾ ഞാൻ പറയുന്നത് ഇത് അദ്ദേഹത്തിന് ഒരു ചൈതന്യം ഉണ്ടെന്ന് തന്നെ വിചാരിക്കും. അത് ഈ ശരീരം വിട്ടു പോയല്ലോ. അപ്പൊ സ്വാഭാവികമായി ശരീരം പിന്നെ നശ്വരമായ ഒന്നാണല്ലോ. അപ്പോൾ സ്വാഭാവികമായും അപ്പൊ അതിനു മുന്നേ പരിശോധനകൾ നടത്തണം എന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ ശ്രീ ശിവദാസ്? തെറ്റില്ല. പക്ഷേ ചോദിച്ച ഒരു കാര്യം സാർ, ശ്രമിക്കും. ഒരു കാര്യം, നമുക്ക് പൂജ സമയം 5-6 ദിവസം കൂടി ഉണ്ട്. അനുസരിച്ച് ആ പൂജ നമുക്ക് അനുവദിക്കൂ എന്ന് പറയുമ്പോൾ ഒരു ആചാരത്തിന് പോലും ഒരു വില കൊടുക്കണ്ട സാറേ. നിങ്ങൾ ക്ഷമിക്കാൻ, വെരി സോറി, ഒരാചാരമാണ്.
ഇപ്പൊ നമ്മൾ അച്ഛൻ മരിച്ചു, ആ ഗർഭ 7 ദിവസം 5 ദിവസം ആ ബലി കൊണ്ട് ആ അസ്ഥി കൊണ്ട് ഒഴുക്കാൻ സമയം ചോദിക്കും. അപ്പം പറയും ഒഴുക്കാൻ പറ്റൂല, നമുക്ക് ഇപ്പൊ കൊണ്ട് തരുമെന്ന് പറഞ്ഞാൽ മനുഷ്യത്വമുള്ള ഒരാളിന് കോടതിയായാലും ആയാലും ഞാനും സാമായാലും കൊടുത്തൂടെ എന്റെ പൊന്നു സാറേ. അപ്പൊ ഇനിയിപ്പോ ഈ മഹാസമാധിയുമായി ബന്ധപ്പെട്ട് എങ്ങനെ കാര്യങ്ങൾ നടക്കുന്നതാണ്, എന്താണ് നമ്മൾ അവിടെ നാട്ടുകാർ, ഞാനിപ്പോ എന്റെ വീട്ടിലാണ്, ഇന്നെ പോലെ എനിക്ക് ദുഃഖത്തിലാണ്. എന്റെ കുടുംബത്തിന് ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു, കുടുംബ അസുഖങ്ങളായിരുന്നു. ഞാനിപ്പോ വൈകുന്നേരം അങ്ങോട്ട് പോകുന്നുണ്ട്. ഞാൻ ഒരു കൂലിപ്പണിക്കാരനാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് ശ്രീ ശിവദാസൻ, ഇനിയിപ്പോ നമ്മൾ ഈ മഹാസമാധി നടത്താൻ നിങ്ങൾ ആലോചിക്കുകയാണല്ലോ, അതോടുകൂടി പ്രശ്നം തീരുമെന്നാണോ കരുതുന്നത്? ഇല്ല, പ്രശ്നം തീരണം. കാരണം എന്തുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കാതിരിക്കുന്നത്? ഒരു ശക്തി ഉണ്ട് സാർ. ഈശ്വരൻ ആരും കണ്ടിട്ടില്ല, ഈശ്വരൻ ലോകത്ത് ഒരു മനുഷ്യൻ കണ്ടിട്ടില്ല. അമ്മ അച്ഛൻ നമ്മൾ ചെയ്യുന്ന ജോലി, ഇതാണ് ഈശ്വരൻ. ഇത് നമ്മൾ വിശ്വാസങ്ങളാണ്. ഒരു ആ മനസ്സമാധാനം ഉണ്ടെങ്കിൽ എവിടെ ദൈവമുണ്ട്. പക്ഷെ അദ്ദേഹം ചെയ്തെടുത്ത വഴികൾ, സാധാരണ പാവപ്പെട്ടവൻ അദ്ദേഹം, പണക്കാരനും തൊടൂല്ല സാറ്, തൊടൂല്ല. ഓടിച്ചെന്നെങ്കിൽ തൊടൂല്ല. പഴത്തിന് മേൽ പരുന്നും പറക്കൂല. അതല്ല, പണമല്ല ഇവിടെ പ്രശ്നം. ഇവിടെ ഒരു ശാസ്ത്രബോധവും മറ്റൊരു വിശ്വാസവും തമ്മിലുള്ള ഒരു ചെറിയ ഒരു വടംവലി നടന്നു. സമ്മതിച്ചു, ഞാൻ ഇല്ലെന്ന് പറയാം. അവർ തെറ്റ് കാണിച്ചിട്ടുണ്ട്. ഒരു അച്ഛനോടുള്ള വിശ്വാസം ഭാര്യയും മക്കളും കാണിച്ചു. അത് അവരെ എത്ര ശിക്ഷിച്ചാലും കുഴപ്പമില്ല, ഏത് നഗരത്തിൽ പോയാലും കുഴപ്പമില്ല എന്ന് അവർ വിശ്വസിച്ച് അവർ ചെയ്തു. അത് എന്തുകൊണ്ട് വേർപെട്ട കോടതിക്ക് കേട്ടുകൂടാ? ഗവൺമെന്റ് ഞാൻ പറയും വിട്ടേക്ക്, ഗവൺമെന്റ് വിട്ടേക്ക് സാറേ, ഗവൺമെന്റ് വിട്ടേക്ക്, പോലീസിനെ വിട്ടേക്ക്, അവരുടെ ജോലിയാണ്. അവസാനം യാതൊരു ഹൈക്കോടതി പോയിട്ട് പോലും ഒരു മനുഷ്യനായി, ആണായാലും സ്ത്രീ ആയാലും എന്നെ കൊക്കിക്കൊല്ലട്ടെ, 5 ദിവസമെങ്കിലും കൊടുക്കാത്ത ഈ മനസാക്ഷി ജനകീയ കോടതി, നമ്മളെ ഏറ്റവും സ്വർണ്ണ ക്ഷേത്രമായ നമ്മുടെ പരിശുദ്ധമായ കോടതിക്ക് പോലും കൊടുക്കില്ല സാറേ. ഇനി നമ്മൾ എവിടെ പോവും എന്റെ പോലും സാറേ? അല്ല, പക്ഷേ ഈ മഹാസമാധി നാളെ നിങ്ങൾ എല്ലാവരും കൂടി നടത്തുകയാണല്ലോ, അപ്പൊ അതോടുകൂടി അതെ മഹാസമാധി, ഒരു സമാധി ഹിന്ദു ഒരു സമാധിയേ ഉള്ളൂ. പിന്നെ നാളെ അദ്ദേഹത്തിന്റെ പ്രേതം ബോഡി കൊണ്ടുവന്ന് മറവ് ചെയ്യുന്നു എന്നാണ് ഞാൻ ഹിന്ദുവാണ്. ഞാൻ ഹിന്ദുവാണെങ്കിൽ ജന്മം കൊണ്ട് ഞാൻ എനിക്ക് ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. സമാധി ഒന്നേ ഉള്ളൂ, മരണം ഒന്നേ ഉള്ളൂ, ജനനെ ഒന്നേ ഉള്ളൂ. ജനിച്ചാൽ മരിക്കും, സമാധി ഒന്നേ ഉള്ളൂ. ഇത് രാഷ്ട്രീയ പാർട്ടികളും ടിവിയുടെ മുമ്പേ ലൈവായിട്ട് പറഞ്ഞ പച്ചക്കള്ളമാണ്. അദ്ദേഹത്തെ കൊണ്ട് മറവ് ചെയ്യാം. അത് ഞാൻ സാധാരണക്കാരനിൽ നാളെ അവിടെ ചെല്ലും. അദ്ദേഹത്തിന്റെ ഒരു പടി പൂവെങ്കിലും ഞാൻ അദ്ദേഹത്തിന്റെ നമസ്കരിച്ച് ബാക്കി ദൈവം തരട്ടെ. അത് തരാതെ പോയതായിരിക്കാം ചിലപ്പോൾ. വീണ്ടും അദ്ദേഹത്തിന്റെ ആത്മാവ് ദൈവം കൂടി ജനങ്ങൾ കാണിക്കാൻ വേണ്ടി തന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി, ഏതായാലും ദൈവം തന്നല്ലോ, അദ്ദേഹം തന്നല്ലോ. ഒരു പടി മണ്ണായാലും ഒരു പടി ചാരമായാലും ഒരു പൂവായാലും നാളെ അദ്ദേഹത്തിന്റെ കാലിൽ തൊട്ടെനിക്ക് തൊഴിലൊരു ആഗ്രഹം ഈശ്വരൻ നൽകട്ടെ എന്ന് ഞാൻ പാർട്ടി സാറേ. കാരണം ഭാര്യ പ്രയാസമുണ്ട് സാറേ. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ ഗോപൻ സ്വാമി അങ്ങേക്ക് മുമ്പേ അറിയാമായിരുന്നില്ല, അപ്പൊ അദ്ദേഹത്തിന് ഇത്തരം സ്ഥിതികളൊക്കെ ഉണ്ടെന്നാണ് താങ്കൾ തർപ്പിച്ച് പറയുന്നത്? അതായത് ഗോപൻ സ്വാമിയുടെ കുടുംബപരമായിട്ട് അവർ കഷ്ടപ്പെട്ട കാലം മുതൽ, അവർ കൂലിപ്പണി കാലം മുതലും അദ്ദേഹം മരക്കര കടയിൽ പോയി, ആറോട് ചന്തയിൽ പോയി കായ്കറികൾ പറക്കി വെച്ച് ആ കായ വിറ്റ് പറക്കി വൈകുന്നേരം ആകുമ്പോൾ പൂജ സാധനം വാങ്ങിക്കൊണ്ട് പോവുകയാണ്. ആഹാരം ഉണ്ടോ എന്ന് അറിയുന്നതല്ല. അത് 2 ആമക്കൾ കഷ്ടപ്പെട്ട പൈസ മൊത്തം ചെലക്കിയ കോവിലാണ്. ആ 2 മറിയുമ്പോൾ അച്ഛൻ പറയുമ്പോൾ മക്കളെ കേൾക്കും. അവർക്ക് എന്ത് വിശ്വാസിയാണ്, ഒരു മുസ്ലിം വിശ്വാസിയാണ്, ഒരു ക്രിസ്ത്യൻ വിശ്വാസിയാണ്. അത് ചോദ്യം അല്ല, വിശ്വാസിയാണ്. അതല്ല ഞാൻ ചോദിക്കുന്നത്. ഇദ്ദേഹത്തിന് ഇപ്പൊ നമ്മളൊക്കെ പോലെ ഇപ്പൊ എങ്ങനെ സമാധി ആവില്ലല്ലോ, സ്വാഭാവികമായി അങ്ങനെയൊക്കെ എന്തെങ്കിലും വലിയ സിദ്ധിയൊക്കെ ഉള്ള ആളാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. 100% ഒരു മാറ്റം കാണിച്ചത്. പക്ഷെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേട്ടപ്പോൾ എന്നോട് വാക്കുണ്ടായിരുന്നു, ശിവദാസ, കോടികൾ ഉണ്ടെങ്കിലും ലക്ഷങ്ങൾ ഉണ്ടെങ്കിലും ഒരു വരുമാനം വീട്ടിൽ ഉണ്ടെങ്കിൽ മനസ്സമാനം ഉണ്ടെങ്കിൽ മക്കളെ, അതാണ് ഈശ്വരൻ, അതാണ് കോടീശ്വരൻ, അതാണ് ഈശ്വരൻ. അത് ഓരോ വാക്കുകൾ ആലോചിക്കുമ്പോൾ ഉപഗ്രമിക്കാൻ പറ്റില്ല സാർ. കറക്റ്റാണ്. ശരി, ഏതായാലും താങ്കളുടെ നിലപാട് എനിക്ക് മനസ്സിലായി, വ്യക്തമാണ്. വളരെ നന്ദി പൊതുവേദിയിൽ വിളിക്കുകയും താങ്കളുടെ അഭിപ്രായം വ്യക്തമാക്കുകയും ചെയ്തതിന്. എനിക്കിതിനെപ്പറ്റി ഒരു വ്യക്തത അറിയില്ലാത്തതുകൊണ്ടും ഞാനതിൽ കൂടുതൽ പറയുന്നില്ല. എന്നാലും ബാലകൃഷ്ണൻ എന്നൊരു പ്രേക്ഷകൻ, നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ വടകരയിൽ നിന്ന് വിളിക്കുന്നു. ശ്രീ ബാലകൃഷ്ണൻ, ഇതെന്താണ്? ഇതൊരു വലിയ പ്രതിസന്ധിയിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത്? ഈ സമാധിക്ക് ശേഷം, മഹാസമാധിക്ക് ശേഷം ഈ തർക്കം തുടരുമെന്നാണോ കരുതേണ്ടത്, അതോ അതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും എന്നാണോ നമ്മൾ വിചാരിക്കേണ്ടത്? നമസ്കാരം. നമസ്കാരം. സത്യത്തിൽ ഈ പ്രശ്നം ഒരു പരാതി ഉണ്ടായാൽ പോലീസിന് അന്വേഷിക്കേണ്ടി വരും. പോലീസ് അന്വേഷിച്ച് അതിനെതിരെ അഭിപ്രായം പറഞ്ഞാൽ അത് കോടതിയിലെത്തി, കോടതി പറഞ്ഞാൽ അത് പൊളിക്കുക തന്നെ വേണോ? അല്ലാതെ ഒരു വിശ്വാസത്തിന്റെ പേര് പറഞ്ഞ് നാളെ ഇതൊരു കൊലപാതകമാണെങ്കിലോ? ഒരുപക്ഷെ ഇവര് പറയുന്നത് വരെ ഇവരെ വിശ്വാസത്തിന്റെ അങ്ങേയറ്റ സംഭവമായിരിക്കാം. അപ്പൊ അതിപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോ അറിയാലോ. പോസ്റ്റ്മോർട്ടത്തിൽ പ്രാഥമികമായി നോക്കിയിട്ട്
ഒന്നും കണ്ടില്ല എന്ന് പറയുന്നു. ആന്തരികമായ അവയവങ്ങളുടെ ഒരു രാസപരിശോധന ആവശ്യമാണ്. ശ്വാസതടസ്സം അറിയാനും ഒക്കെ ഒരു വിശദ പരിശോധന വേണ്ടിവരുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. മരണകാരണം ഇപ്പോൾ ലാബ് ഫലങ്ങൾ കൂടി വന്നാൽ തീരുമാനിക്കാൻ കഴിയും. ഏതായാലും അദ്ദേഹത്തെ ശരീരത്തിൽ മുറിവുകളില്ല എന്നുള്ളൊരു വിവരം നമുക്ക് വന്നിട്ടുണ്ട്. ഇതാണ് നമുക്ക് അങ്ങനെയൊന്നല്ല ശരീരത്തിൽ മുറിവില്ലാതെ മറ്റേതൊക്കെ വിധത്തിൽ മരണപ്പെടാം. അതെ, അപ്പൊ അതിന് പുറത്തൊന്ന് വരണം. അതുകൊണ്ട് ഇത് അന്വേഷണമൊക്കെ അതിന് വിശ്വാസത്തിന്റെ പേര് പറഞ്ഞിട്ടൊന്നും ആരോ ഇതാക്കിയതിനെ കൊണ്ടൊന്നും കാര്യമില്ല. പിന്നെ ഇത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെല്ലാം ഒരു കുഴപ്പമില്ലാന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഈ പരാതി കൊടുത്ത നാട്ടുകാരന് എന്ത് ചെയ്യണമെന്നുള്ളത് അവരുടെ വിശ്വാസവും അവരെന്തോ ചെയ്യട്ടെ. എങ്ങനെ ബഹിഷ്കരിക്കണം അദ്ദേഹത്തിനെ, എങ്ങനെ പുറത്താക്കണം, എങ്ങനെ അദ്ദേഹത്തിനെ പിടിച്ച വെള്ളത്തിൽ നമ്പാതിരിക്കണം. അത് അങ്ങനെയാണെങ്കിൽ കൊലപാതകമാണെങ്കിൽ നമുക്കിപ്പോ കോടതി പറഞ്ഞ കാര്യം കോടതി ന്യായമാണ് പറഞ്ഞത്. അത് വിശ്വാസത്തിന് എവിടെയും കളങ്കം വെക്കൂല. ശരി, വ്യക്തമാണ്. താങ്കളുടെ അഭിപ്രായം വളരെ കൃത്യമാണ്. മാൻ വിത്ത് സ്റ്റീൽ പറയുന്നു പണക്കാരുടെ ഒപ്പം കോടതിയാണെന്നുള്ള നിലപാടിനെ അത് മാൻ വിത്ത് സ്റ്റീൽ എതിർക്കുകയാണ്. പണക്കാരനായിട്ട് ബോച്ചയ്ക്ക് എന്ത് പറ്റി എന്നാണ് മാൻ വിത്ത് സ്റ്റീൽ ചോദിക്കുന്നത്. ആശ ചോദിക്കുന്നു, ഇതിപ്പോൾ കല്ലറ പൊളിച്ചത് കൊണ്ടല്ലേ ഇങ്ങനെ പറയാൻ പറ്റുന്നത് എന്നതാണ്. അതും ശരിയാണ്. കാരണം ഇപ്പോൾ ഇവർ തെറ്റുകാരല്ല എന്ന് തറപ്പിച്ച് പറയാൻ കഴിയുന്നത് കല്ലറ പൊളിച്ചാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം സ്വാഭാവികമായി അത് അന്വേഷണ പരിശോധനകളുടെയൊക്കെ ഫലമായിട്ടാണ് വരുന്നത്. മുരളി പറയുന്നു, ശിവദാസ് സെയിങ് കറക്റ്റ്, വെരി റെസ്പോൺസിബിൾ ഹോണസ്റ്റ് മാൻ, അൺഫോർച്ചുനേറ്റ്ലി സംതിങ് ഹാപ്പൻഡ് എന്നാണ്. ഈ മസ്റ്റ് ബി എ ഹോണസ്റ്റ് മാൻ ബട്ട് സംതിങ് ഹാസ് ഹാപ്പൻ. ഏതായാലും എനിക്ക് മുരളി പെരിയൽ ശിവദാസിനെ പിന്തുണയ്ക്കുന്നു. അങ്ങനെ ഇത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഉണ്ണികൃഷ്ണൻ പോത്തങ്കോടിലേക്ക് പോകേണ്ടതുണ്ട്. കാരണം അദ്ദേഹം എന്നോട് ദേഷ്യപ്പെടും, ഞാൻ ഈ യൂട്യൂബ് ഇത് വായിക്കുന്നു എന്ന് കൊണ്ട് അദ്ദേഹത്തിന് പലപ്പോഴും ഫോൺ ചൂടാവുന്നു എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ശ്രീ ഉണ്ണികൃഷ്ണൻ കേൾക്കാമോ? കേട്ടോണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പൊ സമാധിയിലിരിക്കുകയാണ്. യെസ്, എന്താണ് തുടങ്ങിയ സമയം പോലെ സമാധിയിലിരിക്കുന്നത്? ഞാൻ 10 മിനിറ്റ് മുമ്പേ. 10 മിനിറ്റായി. അത് പക്ഷേ എനിക്കിപ്പോഴേ കണക്ട് ആയി കിട്ടിയുള്ളൂ കേട്ടോ. കൊള്ളാം. 15-20 മിനിറ്റായി. അതെ, നമ്മൾ പരിപാടി തുടങ്ങിയിട്ട് 11 മിനിറ്റ് ആയിട്ടുള്ളൂ. എനിക്കിവിടെ പിന്നെ കറണ്ട് ഇല്ല. ഇന്നലെ ഇന്നും ഈ എന്താണ് വിഷയം പോലും അറിയാൻ പറ്റുന്നില്ല. ഞാൻ അങ്ങനെ ഇതിൽ കൂടെ ഇതിപ്പോ എടുത്തതിന് ശേഷമാണ് വിഷയം വരെ അറിഞ്ഞത്. ഇന്നലെ പോലെ ഞങ്ങൾക്ക് ഇവിടെ കണക്ഷൻ ഇല്ല. ഇവിടെ ഞങ്ങളെ പോത്തങ്കോടും പരിസരത്തും അതിന്റെ സബ്സ്റ്റേഷനിൽ എന്തോ പൊട്ടിത്തെറിച്ച് പിന്നെ ഈ 3:30 മുതൽ രാത്രി 10:30 വരെ ഇല്ല. ശരി. അപ്പൊ അങ്ങനെ ഞാന് ഈ പോത്തങ്കോട് അറിയാമല്ലോ. നിങ്ങൾക്ക് അറിയാമോ പോത്തങ്കോടിന്റെ പ്രത്യേകത? എന്റെ വീടിന്റെ ചുറ്റും സമാധിയാണ്. എന്റെ വീടിന്റെ 4 ചുറ്റും എന്ന് പറഞ്ഞാൽ എന്റെ വീടിന്റെ അടുത്ത് ഒരു 100 മീറ്റർ വളരെ വലിയ ആശ്രമങ്ങളും പക്ഷേ ഈ സ്വാമിമാരെല്ലാം സമാധിയാകുന്നതിന് മുന്നേ സമാധി ലക്ഷക്കണക്കിന് ആൾക്കാർ വന്ന് അതിന്റെ ചടങ്ങുകളിൽ പങ്കെടുത്ത് മന്ത്രിമാര്, MLA-മാര് എന്ന് വേണ്ട ഞങ്ങളെല്ലാം. പക്ഷെ അതൊക്കെ മരിച്ചു എന്ന് ഉറപ്പാക്കിയതിനു ശേഷം എല്ലാവരുടെയും സാന്നിധ്യത്തിലുള്ള ചടങ്ങുകളല്ലേ? പിന്നെ തീർച്ചയായിട്ടും. അതായത് എന്റെ വീടിന്റെ എന്റെ ബന്ധുവായിട്ടുള്ള ഒരാള് വൈകിട്ട് നാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പം അവിടെ അങ്ങനെ ഇരുന്ന് ഉച്ചി പൊട്ടി മരിച്ചുപോയി. ഞങ്ങൾ നേരിട്ട് കണ്ടതാണത്. അതൊന്നും ഒരിക്കലും ആരും വെറുതെ പറയുന്നതൊന്നുമല്ല. നമ്മളൊരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഉച്ചി 2ആയിട്ട് പിളർന്നാണ് അദ്ദേഹത്തിന്റെ ജീവൻ പോയത്. പിന്നെ ഈ കമര കമ്പ് കൊണ്ടുവന്ന് താടിയിൽ കുത്തി നിർത്തിയാണ് പുള്ളിയെ ഒരു വലിയൊരു. അല്ല, ഞാൻ ചോദിക്കുന്നത് ശ്രീ ഉണ്ണികൃഷ്ണൻ എങ്ങനെ സമാധിയാകുന്നത് കണ്ടിട്ടുണ്ടെന്നാണോ പറയുന്നത്? ഞാനിവിടെ 4-5 എണ്ണം ഈ അടുത്ത പ്രാവശ്യം തന്നെ കണ്ട്. ഞങ്ങളുടെ തൊട്ടടുത്ത ആശ്രമങ്ങളുണ്ടല്ലോ, ശാന്തിഗിരിയുണ്ട്, ചിന്താലയ ആശ്രമമുണ്ട്. അവിടുത്തെ സ്വാമിമാരെല്ലാം സമാധിയായതാണ്. പിന്നെ ഈ പറഞ്ഞ ഒരു അപ്പൂപ്പൻ ഇവിടെ നാമം ജപിച്ചോണ്ടിരുന്നപ്പോ മരിച്ച് ഞങ്ങൾ ഓടിച്ചെന്നപ്പോണ്ട് ആ വിളക്കിന്റെ മുമ്പ് തന്നെ ഇരിക്കുകയാണ്. ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ ആശ്രമത്തിലൊക്കെ ഞങ്ങൾ നേരിട്ട് പോയി ഞങ്ങൾ കണ്ടതല്ലേ. അവരെയൊക്കെ വലിയ ഇത് കെട്ടിയിട്ട് കുഴിക്കാത്താണ് കെട്ടിയിട്ട് അവരെ അകത്തിരുത്തിയിട്ട്. ഇനിയിപ്പോ ഈ മഹാസമാധി കഴിയുന്നതോടുകൂടി ഇത് എന്ത് സംഭവിക്കുമെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? ചാക്ക് കണക്കിന് ഭസ്മങ്ങളും മറ്റും എല്ലാം ഇട്ട് ഞങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കവേ, ഞങ്ങൾ മാത്രമല്ല ആയിരക്കണക്കിന് ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കവേ ഭയങ്കരമായ കർമ്മങ്ങളെല്ലാം ചെയ്താണ് ഇത് മേളിലത്തെ മൂടിയെടുത്തിടുന്നത്. പക്ഷെ അത് രഹസ്യമായിട്ടല്ല. അങ്ങനെ ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല, ഇതിനെ കുറിച്ച് അറിയില്ല. ആ കുടുംബത്തിന് മൊത്തത്തിൽ അബദ്ധം പറ്റിപ്പോയി. സത്യമാണ് പറഞ്ഞ അത് എന്തായാലും അബദ്ധം പറ്റിപ്പോയെന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റത്തെ അബദ്ധം പറ്റിപ്പോയി. എല്ലാവർക്കും വിഷമമുണ്ട്. ഈ ഹിന്ദു വിശ്വാസത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും നല്ല മാനസികമായിട്ട് വിഷമമുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ അവര് അത്രയ്ക്ക് അമിതമായി വിശ്വസിച്ചു. പിന്നെ അറിവില്ലായ്മ അതൊരു ഭയങ്കര കുറ്റമാണ്. പിന്നെ അയൽപക്കത്തുള്ളവന്മാരുടെ ചൊറിച്ചില്, ഇതെല്ലാം ഇതിന് കാരണമായിട്ട് വരും. കാര്യം അയൽപക്കത്തൊരു വിഷം വരെ
അത് പിന്നെ അവര് നേരത്തെ ആ പിന്നെ അമ്പലമായിട്ട് പിന്നെ ഉത്സവം നടത്താനും മറ്റു കാര്യങ്ങൾക്കും യോജിച്ചു നിന്ന കുറെ നാട്ടുകാർ ആ ഈ അമ്പലത്തിന് ഉത്സവം നടക്കുന്ന സമയത്ത് ആ നാട്ടുകാരെല്ലാരും കൂടെ വെട്ടി തിന്നുന്നു എന്ന് പറഞ്ഞ് അവരെ ഒഴിവാക്കി. അപ്പോഴും വൈരാഗ്യ ബുദ്ധി വന്ന് അവരൊരു അവസരം കാത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇത് കിട്ടിയത്. അവര് വെറുതെ വിടൂ. ഏതായാലും താങ്കളുടെ ഇത് വ്യക്തമാണ്. കൂടുതൽ ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട്. നമുക്ക് വീണ്ടും വിശദമായി സംസാരിക്കാം. IOF പറയുന്നത് വേറെ ന്യൂസ് ഒന്നുമില്ലേ എന്നുള്ള ഇഷ്ടംപോലെ ന്യൂസ് ഉണ്ട്. നമ്മുടെ ഓൺലൈൻ സൈറ്റിലല്ലേ IOF ന്യൂസ് ഇത് കാണുന്നത്. അപ്പോൾ IOF നോക്കിയാൽ നമുക്ക് ഇഷ്ടംപോലെ വാർത്തകളുണ്ട്. ഇതും ഒരു വാർത്തയാണ്. പാവം സ്വാമി ഉറങ്ങുകയാണെന്ന് പറയുന്നു അഫീഫ്. പരാതി കൊടുത്തതുകൊണ്ട് ലോകമറിഞ്ഞു, പരാതിക്കാരൻ എങ്ങനെ കുറ്റക്കാരനാകും എന്ന് ചോദിക്കുന്നു കവിതയുടെ അഭിപ്രായം ശരി, കുറ്റക്കാരനാണോ എന്നൊന്നും എനിക്കറിയില്ല. ഏതായാലും പരാതി കൊടുത്തു, അന്വേഷിച്ചു, ഇനി സത്യങ്ങൾ കൂടുതൽ പുറത്തു വരട്ടെ. സ്മൂത്ത് പറയുന്നത് ഈ ഫാമിലി ഉടായ്പാണെന്നാണ്, എനിക്കതിനെപ്പറ്റി അറിയില്ല. ഷാനു പറയുന്നത് മക്കൾക്കൊരു അബദ്ധം പറ്റി എന്നാണ്. അതേപോലെ മൻസൂദ് പറയുന്നുണ്ട് ആചാരം എല്ലാം മാധ്യമത്തിനും ഉണ്ട്. എനിക്കത് എത്രയും വായിച്ചിട്ട് കിട്ടുന്നില്ല. അഭിജിത്ത് പറയുന്നു ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയോ നടക്കുന്നത് എന്ന് അഭിജിത്ത് ചോദിക്കുന്നു. സെബാസ്റ്റ്യൻ ചെറുമേൽ പറയുന്നു ഇയാൾക്ക് BP പ്രമേഹം മാറ്റാൻ പറ്റില്ലേ എന്നതാണ്. അദ്ദേഹത്തിന് അങ്ങനെ ദിവ്യത്വമുണ്ടെങ്കിൽ BPയും അതുപോലെ ഷുഗറും മാറ്റാൻ കഴിയുമായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. അത് എനിക്കതിനെപ്പറ്റി അറിയില്ല. തോമസ് മാത്യു പറയുന്നു വർഗീയവാദികൾ ഈ നല്ല കേരളത്തെ ഭ്രാന്താലയമാക്കാൻ ശ്രമിക്കുന്നു എന്നാണ്. തോമസ് മാത്യു നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. ജയകുമാറും പറയുന്നു സാർ നമസ്കാരം, എൻ്റെ മുഖ്യമന്ത്രിയെപ്പറ്റി പുകഴ്ത്തി ഒരു ഗാനം എഴുതി അവതരിപ്പിച്ചിട്ട് അതിനെപ്പറ്റി ഒരു ചർച്ച വേണ്ടേ എന്നതാണ്. പിച്ചച്ചട്ടിയും മാസപ്പടിയും സംരക്ഷണ സേനയെപ്പറ്റിയും കൂട്ടി പാട്ടിൽ ഉൾപ്പെടുത്തേണ്ടതാണ് എന്ന് ജയകുമാർ പറയുന്നു. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചോദിച്ചു മുഖ്യമന്ത്രിയോട് ഇങ്ങനെ ഒരു പുകഴ്ത്തുപാട്ട് പറ്റി. അപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് അദ്ദേഹത്തെ വല്ലാതെ അങ്ങ് ആക്രമിക്കാൻ ശ്രമിക്കുന്നവർക്ക് ചിലപ്പോൾ പുകഴ്ത്തുപാട്ട് കേൾക്കുമ്പോൾ അസ്വസ്ഥരാകും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും അത് എഴുതുന്നയാളുടെ ഒരു താല്പര്യവും ഇഷ്ടമൊക്കെയാണല്ലോ, നമ്മളിപ്പോൾ അതിൽ എന്ത് പറയാൻ. ഏതായാലും അത് വേണോ വേണ്ടയോ എന്നതൊക്കെ ഇത്തരം കാര്യങ്ങളിൽ മുഖ്യമന്ത്രിമാരും അതുപോലെ ബന്ധപ്പെട്ട നേതാക്കളുമാണ് തീരുമാനിക്കേണ്ടത്. അതും നമുക്കൊരു ദിവസം ചർച്ച ചെയ്യാം കേട്ടോ. പാട്ടും നമുക്കൊരു ചർച്ച ചെയ്യണം. പാട്ട് വളരെ നല്ല പാട്ടാണ്, ഞാൻ കേട്ടു. അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമുക്ക് ഒരു ദിവസം ചർച്ച ചെയ്യാം. ശ്രീനാഥ് പറയുന്നത് ദുരൂഹത ഉണ്ടാക്കാൻ കാരണം ഈ പറഞ്ഞ കുടുംബം തന്നെയാണ്. എല്ലാവരെയും അറിയിച്ചു, സമാധി ചടങ്ങുകൾ നടത്തിയിരുന്നെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന് ശ്രീനാഥ് പറയുന്നു. മൻസൂദ് ഖാൻ പറയുന്നു ജനങ്ങൾക്ക് സത്യമറിയാനുണ്ട്, അത് നല്ല രീതിക്ക് നടക്കട്ടെ എന്ന് പറയുന്നു. ഒരാൾ മിസ്സിംഗ് എന്ന് പറഞ്ഞ കാരണം അയാൾക്കെതിരെ എന്ത് കേസ്, മരണം ഏത് വിധത്തിൽ എന്ന് അറിയണ്ടേന്ന് ചോദിക്കുന്നു. കിങ്സ് വാലി വാട്ടർ പാർട്സ്. MTA വയനാട് പറയുന്നു പോയി ഇരുന്നോ അതോ കൊണ്ടിരുത്തിയോ, ഇരുന്നതാണെങ്കിൽ കാണാതെ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കിങ്സ് ഓഫ് സ്പോർട്സ് പറയുന്നത് ഇത് തെക്കന്മാരുടെ ഒരു കാര്യം, തെക്കൻ എന്നൊന്നും നമ്മൾ വിളിക്കേണ്ടതേ, അത് ഓരോ സമൂഹത്തിൻ്റെ ആളുകൾ. തോമസ് മാത്യു പറയുന്നു കമ്മ്യൂണിസ്റ്റ് കേരളത്തിൽ വർഗീയവാദികളും ഉണ്ട് എന്നാണ് പറയുന്നത്. ഈ ആൻ ദിയ ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ട്. കൂടത്തിയുടെ തീരുമാനം, കോടതിയുടെ തീരുമാനം കറക്റ്റാണ് എന്നാണ് ആൻ ദിയ പറയുന്നത്. കോടതികൾ ഇതെല്ലാം പരിശോധിച്ചിട്ടായിരിക്കും അതിലൊരു വിവരം വയ്ക്കുന്നത്. നാച്ചുറൽ ഡെത്താണോ അതോ ജീവനോടെ സമാധിയായതാണോ കണ്ടുപിടിച്ചോ എന്ന് ചോദിക്കുന്നു ജി. അത് നാച്ചുറൽ ഡെത്താണോ എന്നുള്ളതിൻ്റെയൊക്കെ അന്തിമമായി ഇത് വരണം. ഏതായാലും പ്രാഥമികമായി ഒന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പക്ഷേ അതിലെന്തെങ്കിലും ദുരൂഹതകളുണ്ടോ എന്നതൊക്കെ അറിയാൻ ശാസ്ത്രീയ പരിശോധനകൾ ആവശ്യമാണ്. ഏതായാലും ഉഷാകുമാരി പറയുന്നത് ഏതായാലും ഇത് അവർക്ക് ഗുണകരമാണ്, കാരണം ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുമല്ലോ. അവർ പഴയ വിശ്വാസികളാണല്ലോ, ആ ദൈവം തന്നെയായിരിക്കും ഇതെല്ലാം ചെയ്യിച്ചത് എന്ന് വിശ്വസിക്കാമെന്ന് ഉഷാകുമാരി പറയുന്നു. തോമസ് കേസി പറയുന്നു സംശയ നിവൃത്തി വരുത്തിയത് എന്തുകൊണ്ടും നല്ലതാണ്, കുഴപ്പമില്ല എന്ന് പറയുന്നു. അമൽ നീരദിന് സമാധിയോട് വലിയ താല്പര്യമില്ല, അദ്ദേഹത്തിന് അത് എന്ത് സമാധി എന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. ശരത്ത് പറയുന്നു നല്ല നാട്ടുകാരെന്ന്, രാസപരിശോധനയ്ക്ക് ശേഷം സ്വാഭാവിക മരണമാണെന്ന് തെളിഞ്ഞാൽ എന്തു ചെയ്യും? ആ കുടുംബത്തിൽ ട്രോളിയതിനും അരുങ്കൊലയാളികൾ എന്ന വ്യാജേന നാട്ടുകാർ തെറ്റിദ്ധരിച്ചതിനും പകരമായി സർക്കാർ അവരുടെ മക്കൾക്ക് സർക്കാർ ജോലി നൽകുമോ എന്ന് ചോദിക്കുന്നു നൂറാസ്. ഏതായാലും ഇത് അവരെ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും അങ്ങനെ തെറ്റിദ്ധരിച്ച സാഹചര്യത്തിൽ അവർ അങ്ങനെ തെറ്റിദ്ധാരണകൾ മാറ്റാൻ കൂടി അവസരം പ്രയോജനപ്പെടുമെന്നാണ് വിചാരിക്കുന്നത്. സനൽ ടെക് പറയുന്നു സമാധി ചടങ്ങ് രഹസ്യമല്ല പരസ്യമാണെന്ന്. മുഹമ്മദ് KK പറയുന്നു ഏതു മതത്തതിയില്ല മുഹമ്മദ് KK പറയുന്നു. അതുപോലെ ശ്യാം കുമാർ പറയുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരട്ടെ എന്ന് പറയുന്നു. സന പറയുന്നു ആ വീട്ടുകാരെ കാണിക്കുന്നില്ലേ, അവർ എവിടെ പോയി എന്ന് ചോദിക്കുന്നു. അതേസമയം അഭിജിത്ത് പറയുന്നു
നിയോ ടോക്സും അവിടെ നമുക്ക് ഒരു പോസ്റ്റ് ഇട്ടുകൊണ്ട് ഫോറൻസിക്കൊക്കെ മനുഷ്യരെടുക്കുന്നതാണ്. അവിടെയും തിരിമറി നടത്താം, എത്രയോ കേസുകളിൽ നടന്നിട്ടുണ്ട് എന്ന് നിയോ ടോക്സ് പറയുന്നു. നൌഷാദ് വീട്ടിൽ പറയുന്നു മരിച്ചതല്ല ജീവൽ സമാധിയാണെന്നാണ് മകൻ പറഞ്ഞത് എന്ന് പറയുന്നു. അജിത് കുമാർ പറയുന്നു ഇനിയും സമാധി ഇരുത്തുമോ എന്നാണ്. ഒരു മഹാസമാധി നാളെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ നടത്തുമെന്നാണ് പറഞ്ഞത്. കാരണം ആ കുടുംബത്തിന് ചിലപ്പോൾ ചില വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പോസ്റ്റ്മോർട്ടത്തിൻ്റെ റിപ്പോർട്ട് വന്നത് അടിസ്ഥാനത്തിലായി വേറെ അസ്വാഭാവികതകൾ ഒന്നുമില്ലെങ്കിൽ അവരവരുടെ ഇഷ്ടം പോലെ മഹാസമാധിയോ എന്തെങ്കിലും അവരുടെ ആചാരം പോലെ നടത്തിക്കോട്ടെ, അതിൽ ആർക്കും പരാതിയും ഉണ്ടാകാനും സാധ്യതയില്ല. മുട്ട റോസ്റ്റ് പറയുന്നത് മുട്ട റോസ്റ്റ് എന്നത് പേരല്ല, അത് ഇതിലുള്ള ഒരു അവരുടെ തൂലികാനാമമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു ഡോക്ടറെ സമയത്ത് കാണിച്ചിരുന്നെങ്കിൽ ഇത്രയും വിവാദങ്ങൾ ഉണ്ടാകില്ല. അത് മുട്ട റോസ്റ്റ് പറഞ്ഞത് വളരെ ശരിയാണ്. അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് പറ്റി അത് തെറ്റുപറ്റിയെന്ന് പറയുന്നു, അത്രയേ ഉള്ളൂ എന്ന് ബഷീർ കേരള പറയുന്നു. പ്രശാന്ത് പറയുന്നു ഗോപൻ സ്വാമിക്ക് കോടി പ്രമാണമെന്ന്. അങ്ങനെ പോകുന്നു കമൻറ്റുകളുടെ ഒരു നീണ്ട പട്ടികയാണ്. അത് ഞാൻ അതിലേക്കൊക്കെ വരാം. ഞാൻ രവീന്ദ്രൻ എന്നൊരു പ്രേക്ഷകൻ, നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, തൊടുപുഴയിൽ നിന്നാണ് ചേരുന്നത്. ശ്രീ രവീന്ദ്രൻ, രവീന്ദ്രന് എന്താണ് ഇതൊക്കെ കേട്ടിട്ട് തോന്നുന്നത്? ഹലോ, കേൾക്കാമോ? കേൾക്കുണ്ടോ? കേൾക്കാം. ഞാനിങ്ങനെ ശ്രദ്ധിച്ചിരിക്കാൻ താങ്കൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കണമെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. ഇത് പൊതുവേദിയാണോ അതോ വാട്സാപ്പ് കോളുകൾ വായിക്കുന്ന ഒരു സംവിധാനമാണോ? അല്ല, പൊതുവേദി എന്ന് പറയുന്നത് നമ്മൾ ചില ആളുകൾ ടെലിഫോണിലൂടെ എടുക്കുന്നു, പല ആളുകൾ നമ്മുടെ വെബ്സൈറ്റിലൂടെ അഭിപ്രായം പറയുന്നു. അപ്പൊ നമ്മൾ ഒരാളെ വളരെ ഓവറായി പോയില്ലേ? അല്ല, 100-100-100-500 ഇത് ഓവറാകുന്ന വെച്ചാൽ 100-500 പേര് കമന്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇതിന് നമുക്കൊരു 10 പേരുടെയെങ്കിലും വായിക്കണ്ടേ? പെട്ടെന്ന് നമ്മൾ കാര്യത്തിലേക്ക് കടക്കാം. ഈ സമയം കളയണ്ട. കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ പറയുന്നത് ഈ സമാധി എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം കേട്ടിട്ടുള്ളത് ശ്രീനാരായണ ഗുരു സമാധി, ഗുരുദേവന്റെ സമാധിയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, ഭഗവാൻ ബുദ്ധന്റെ സമാധിയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ സമാധിക്ക് ഒരുപാട് വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. കാരണം എങ്ങനെയാണ് ഒരു മനുഷ്യൻ ആത്മാവ് പോകുമ്പോൾ നേരിട്ടിരുന്ന് മരിക്കുകയാണോ എങ്ങനെയാണോ? ഇപ്പൊ ഞാനിപ്പോ ക്രിസ്ത്യാനിയുടെയും ക്രിസ്തുവിന്റെ എല്ലാവരുടെയും ശവദാഹങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, എങ്ങനെ പല രീതിയിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ അതില് ഒരിക്കലും പൊതുജനത്തെ അറിയിക്കാതെ ചെയ്യുന്നത് എന്റെ ഈ ജീവിതത്തിൽ കണ്ടിട്ടില്ല കേട്ടോ. കാരണം അയൽക്കാരോ എല്ലാവരും അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ ഈ ഹിന്ദു ആചാരപ്രകാരം ഇങ്ങനെ സമാധി ഉണ്ടോ എന്നുള്ള ഗ്രാഹ്യം പോലും സത്യത്തിലില്ല കേട്ടോ. പക്ഷെ ഇത് കേട്ടപ്പോൾ എനിക്കൊരു വലിയ അത്ഭുതം തോന്നി. ഒരാൾ അവിടെ പോയിരുന്നു, അവര് ഒരുപക്ഷെ അവര് ആചരിച്ചു വന്ന കാര്യങ്ങളായിരിക്കാം ചെയ്യുന്നത്. ഇങ്ങനെ സ്വാമിമാർക്ക് ഇപ്പൊ ഈ ശാശ്വതികാനന്ദ മരിച്ചുപോയി അല്ല, നമുക്ക് സമയമില്ല, ഒന്ന് പെട്ടെന്ന് നമുക്ക് അടുത്ത കോളറിലേക്ക് പോകണ്ട. വളരെ കൂടുതൽ പേർന്ന് കാത്തു എന്താണെന്നറിയില്ലോ. പക്ഷെ താങ്കളോട് എനിക്കൊന്ന് പറയാനുള്ളത്, ആ അരുൺകുമാറിനെതിരെ ഒരു പീഡന കേസ് വന്നിട്ടുണ്ട്. നിങ്ങൾ പറയാതിരുന്ന മോശമായി. അതൊക്കെ വാർത്തയിൽ നമ്മൾ വളരെ നന്നായി കൊടുത്തിട്ടുണ്ട്. അത് മോശമായി. വാർത്തയിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷഭേദം പാടില്ല. പക്ഷഭേദം ഇല്ല, വാർത്തയിൽ കൊടുത്തു. താങ്കൾ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മറ്റേ പുള്ളിയേക്കാൾ ഭയങ്കര ഇഷ്ടമാണ് താങ്കളെ. അതൊക്കെ എനിക്ക് സന്തോഷം തന്നെ, എന്നെ ഇഷ്ടപ്പെടുന്നു ഞാൻ സന്തോഷിക്കുന്നു. അല്ല, ആ വാർത്തയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ താങ്കളോട് ശ്രദ്ധയിലേക്ക് പറയണം, ആ വാർത്ത നമ്മൾ ബ്രേക്കിംഗ് വാർത്തയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പോക്സോ കേസ് രജിസ്റ്റർ ഇതാണ് ഞാൻ എനിക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചു പിന്നെ എന്നെ പറയാതിരിക്കാൻ സമ്മതിക്കാന്ന് എന്ന് വെച്ചാൽ നമുക്ക് ഇന്ന് ഈ ഗോപൻ സ്വാമിയുടെ അവിടെ ഒരു ആക്ഷൻ നടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് പ്രധാന വിഷ്വൽസ് അവിടെയാണ് കൊടുക്കുന്നത്. പറയാൻ സമ്മതിക്കാതിരുന്നാൽ പിന്നെ എന്നെ പറ്റി ആരോപണം ഉന്നയിക്കാൻ എനിക്ക് മറുപടി പറയാൻ അവസരം തരാതിരിക്കുകയും ചെയ്താൽ പിന്നെ എങ്ങനെയാണ് അത് ശരിയാവുന്നത്? ഞാൻ മാധ്യമപ്രവർത്തകർ കാര്യമാണ് പറയട്ടെ. നമ്മൾ ഇന്ന് ഒരു കല്ലറ പൊളിക്കുന്നതിന്റെ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇതിന്റെ ഇടയിലാണല്ലോ ഈ പോക്സോ കേസ് വരുന്നത്. അപ്പൊ നമ്മൾ അത് വിവരമായിട്ട് കൊടുത്താൽ മതി. കാരണം അതിൽ ദൃശ്യങ്ങൾ കാണിക്കാനില്ല. കേസെടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. കേസെടുത്തെന്നുള്ള വിവരം നമ്മൾ കൊടുത്തു. പിന്നെ ഇത് പറയാൻ സമ്മതിക്കാതിരുന്നാൽ പിന്നെ എനിക്കതിൽ ആരോപണം ഉന്നയിച്ചിട്ട് പിന്നെ പറയാൻ സമ്മതിക്കാതിരുന്നാൽ പിന്നെ ഞാൻ നമ്മളിത് സ്ഥിരം കാണുന്ന ആളുകളല്ലേ. താങ്കൾ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ്? ശരി, ഏതായാലും ഞാൻ വരാം. എനിക്ക് ദുബായിൽ നിന്ന് ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഷാജി ദുബായിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാനൊരു ചെറിയ തർക്കത്തിൽ ഏർപ്പെട്ടു പോയി. ശ്രീ നമ്മുടെ രവീന്ദ്രൻ തൊടുപുഴ നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. അദ്ദേഹം എപ്പോഴും എന്നായിട്ട് തർക്കിക്കും. ഏതായാലും ശ്രീ ഷാജിക്ക് പറയാം പെട്ടെന്ന്. ഞാൻ ദുബായിൽ നിന്ന് ഷാജിയാണ്. മനസ്സിലായി. നമ്മുടെ ഇപ്പൊ ഈ കേരളത്തെ സംബന്ധിച്ച്, കേരളത്തിലല്ല ഇന്ത്യയിലെ സംബന്ധിച്ചിടത്തോളം ഈ കപട ആത്മീയതയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകുന്ന ഒരു രാജ്യം കൂടിയാണ് നമ്മൾ. അപ്പൊ ഇത്തരം ഇപ്പൊ ഈ കുടുംബം തന്നെ ഇതെല്ലാവരെയും അറിയിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു. പക്ഷെ ഇത് കോടതി ഇടപെട്ടത് കൊണ്ട്, കാരണം ഇന്ന് അല്ലെങ്കിൽ നാളെ മറ്റൊരു മതത്തിലും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെയും കുറെ ആൾക്കാർ വരെ സപ്പോർട്ടിലുണ്ടാവും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ദുരൂഹതയുണ്ട്. കാരണം ഇത് ഫൈനൽ റിപ്പോർട്ട് വരുന്നത് വരെ ജനങ്ങൾക്കെല്ലാം ദുരൂഹതയാണ്. കാരണം അവിടെ ഉള്ള ആ പരിസരവാസികൾ തന്നെ അദ്ദേഹം
കിടപ്പിലാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒറ്റ രാത്രി കൊണ്ട് ഇദ്ദേഹത്തെ അവിടെ ഇരുത്തും എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇന്നത്തെ കാലത്ത് ചിന്തിക്കാൻ പോലും പറ്റുക. അത് ഏത് മതത്തിലായിക്കോട്ടെ നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. കാരണം ഈ പ്രത്യേകിച്ചും സാക്ഷര കേരളത്തിൽ ഈ കപട ആത്മീയത, നല്ല ആത്മീയതയുണ്ട് ഇല്ലെന്നല്ല, എല്ലാ മതത്തിലും നല്ല വിശ്വാസികളുണ്ട്. പക്ഷേ ഈ കപട ആത്മീയതയെ തച്ച് തകർത്തില്ലെങ്കിൽ കേരളം ഭ്രാന്താലയമാകും എന്നുള്ളതിൽ ഒരു സംശയം. വളരെ വ്യക്തമാണ്. ശ്രീ ഷാജി, നമുക്ക് ഒരു ദിവസം വിശദമായി സംസാരിക്കാം. ഇന്ന് കുറെ കോളർമാർ ഉള്ളത് കൊണ്ടാണ്. മൻസൂദ് ഖാൻ പറയുന്നത് സാധാരണ മരണമാണ് എന്ന് സ്ഥിരീകരിച്ചു, എന്നിട്ടും മോശമായ കമന്റുകൾ വരുന്നു. ദയവ് ചെയ്ത ഈ മോശം കമന്റ് ഇടരുത് എന്ന് മൻസൂർ ഖാൻ അപേക്ഷിക്കുകയാണ്. ഇതിൽ നജീബ് എന്തോ ചമ്മി എന്ന് പറയുന്നത്, ആര് ചമ്മി എന്നാണ് എനിക്ക് അറിയില്ല. ഏതായാലും ഞാൻ ചമ്മിയിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ നാളെ ചടങ്ങ് ലൈവ് കാണിക്കുമോ എന്നാണ് പറയുന്നത്. അതൊക്കെ നമുക്ക് ഇഷ്ടംപോലെ അതിനൊക്കെയുള്ള സോഴ്സ് ഉണ്ട്. അത് വാർത്ത എന്ന നിലയിൽ നമ്മളിതിനെ കൈകാര്യം ചെയ്യുന്നുള്ള, അതിനപ്പുറത്തേക്കുള്ള കാര്യം ഇല്ല. തൊടുപുഴക്കാരൻ രവീന്ദ്രനെ പിന്തുണ പ്രഖ്യാപിക്കുന്നു പ്രകാശ് കരോളി. അദ്ദേഹത്തിന് ഈ മാധ്യമ പ്രവർത്തകനെതിരെ പീഡനമല്ല കേട്ടോ, അത് എല്ലാ കേസുകളും പീഡനമാണെന്ന് തിരിച്ചറിയ ഒരു പോക്സോ കേസ് എന്ന് പറയുന്നത് ദ്വയാർത്ഥ പ്രയോഗം പോലെ ഉണ്ടായ സംഭവമാണ്. അപ്പോൾ അതിനെ ഈ എല്ലാം പീഡനമായി കാണരുത്. അപ്പോൾ നമ്മൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ വന്നത് പറഞ്ഞപ്പോൾ വലിയ സന്തോഷം. മാധ്യമ പ്രവർത്തകർ ഒരാൾ പെട്ടല്ലോ എന്ന് പറയുമ്പോൾ, ഇത് 100 മറ്റു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തെറ്റ് ചെയ്യുമ്പോൾ അതിനെ പിന്താങ്ങുകയും മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് തെറ്റുപറ്റുമ്പോൾ സന്തോഷിക്കുകയും ചെയ്യുന്ന ചില ആളുകളുണ്ട്. എനിക്ക് ഏതായാലും എല്ലാ തെറ്റുകളും ഒന്നായിട്ട് എനിക്ക് കാണാൻ കഴിയുന്നുള്ളൂ. ഒപ്പം സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തും, ലൈറ്റ് ഇട്ടാൽ സ്വിച്ച് കത്തില്ലല്ലോ എന്ന് പറയുന്നു കിച്ചുവിൻ്റെ ഈ വലിയ കാര്യം ഈ ന്യൂസ് 18 പൊതുവേദിയിൽ പറഞ്ഞത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. രവീന്ദ്രൻ മാത്രം ഒറ്റയ്ക്ക് മെയിൻ അടിക്കാൻ നോക്കുന്നു എന്നാന്ന് പറഞ്ഞത്. അങ്ങനെയല്ല, നമ്മൾ സത്യസന്ധമായുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ പിന്നെ പേടിക്കേണ്ട കാര്യമില്ല. ഞാനിവിടെ എല്ലാ ദിവസവും 1 മണിക്കൂർ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് സത്യസന്ധമായി പിന്നെ കാര്യങ്ങൾ പറയേണ്ടി വരും. ഞാൻ ഈ ഷിജി ഭാസ്കർ കുറേ ദിവസമായല്ലോ നമ്മുടെ പൊതുവേദിയിൽ കമൻ്റ് ഇടാത്തതെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കമൻറ്റും വന്നിട്ടുണ്ട്. ഏതായാലും പിതാവിന് സുഖമില്ലെങ്കിൽ ആശുപത്രിയിൽ കൊണ്ടുപോവുകയാണ് പതിവ്. ചിലർ ആശുപത്രിയിൽ പോകേണ്ട എന്നൊക്കെ പറയും, എന്നാൽ സ്നേഹമുള്ള മക്കൾ അത് കേൾക്കില്ല, ആശുപത്രിയിൽ കൊണ്ടുപോകുക തന്നെ ചെയ്യും എന്നാണ്. അത് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. നമ്മൾ അച്ഛൻ ചിലപ്പോൾ നമ്മളോട് പറയുന്നത് പോലെയല്ല, നമ്മൾ യുക്തിബോധവും നിയമത്തിൻ്റെ വഴിയും ഒക്കെയാണ് നോക്കേണ്ടത് എന്ന് പറയുന്നു. നജീബ് മുട്ടറോസ്റ്റിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ഇതൊക്കെ ആചാരം, ഇങ്ങനെയൊക്കെയുള്ള ആചാരങ്ങൾ കോടതി വിലക്കണമെന്നാണ് ഷാൻ ഖാൻ പറയുന്നത്. സ്വപ്ന സാമുവൽ നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകയാണ്. ഇതൊക്കെ എന്താചാരമെന്ന് സ്വപ്ന സാമുവൽ ചോദിക്കുന്നു. കോടതി ഇത് വിലക്കണമെന്ന് പറയുന്നു. സമാധി എന്ന് പറഞ്ഞ് നാളെ മറ്റുള്ളവർ ചെയ്യാൻ തുടങ്ങിയാൽ എന്തായിരിക്കും എന്ന് ബാബുമോൻ ചോദിക്കുന്നു. അങ്ങനെ നിരവധി കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു. രമണൻ എറണാകുളത്ത് നിന്നാണ് വിളിക്കുന്നത് അല്ലേ? ശ്രീ രമണൻ കേൾക്കാമോ? ഹലോ. കേൾക്കാം സാർ. അങ്ങേക്ക് എന്ത് തോന്നുന്നു? എന്താണ് ഇതൊക്കെ കേൾക്കുമ്പോൾ തോന്നുന്നു ശ്രീ രമണൻ? എനിക്ക് തോന്നുന്നത് സാറേ, വിശ്വാസം എന്നത് ഒരു ശക്തിയാണ്. സത്യല്ലേ? വിശ്വാസ ശക്തിയെ യുക്തിയും നിയമം കൊണ്ട് ഇല്ലാതാക്കാൻ പറ്റില്ല. മറിച്ച് നിയമത്തിന്റെ പൂർത്തീകരണവും ഈ യുക്തിയുടെ ഒക്കെ പൂർത്തീകരണം വിശ്വാസം ആയി വരും. ഞാൻ പറയട്ടെ, ഇവിടെ ശരീരത്തിന്റെ പവിത്രതയെ കുറിച്ച് നമ്മളിത് മനസ്സിലാക്കേണ്ടിയിരിക്കും. ശരീരത്തിന് പവിത്രത ഉണ്ട് സാറേ. ശരീരത്തിന് ഇത്ര ഐശ്വര്യമുണ്ട്, ശരീരത്തിന് ദൈവത്തിന്റെ ആ ശക്തിയുണ്ട്. അത് ഒരേ ഫോക്കസിലേക്ക് പോകുമ്പോ അതിന്റെ ഇത് നടക്കും. പക്ഷെ ഇതിനകത്തേക്ക് ഇന്നിപ്പോ സംഭവിച്ച അവരുടെ വിശ്വാസമാണ് അവര് മുൻനിർത്തി പറഞ്ഞത്, ഇല്ലേ? ശരി, ഏതായാലും വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. നമുക്ക് സമയം ഒട്ടുമില്ല. ഇന്ന് ഒരുപാട് പ്രേക്ഷകർ കാത്തു നിന്നു. മിനി എന്ന ഒരു ടീച്ചർ നമുക്കൊപ്പം ചേർന്നുണ്ട്. മിനി ടീച്ചർ, ഗുഡ് ഈവനിങ്. എന്തുണ്ട് വിശേഷം? ടീച്ചർ കേൾക്കാമോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഗുഡ് ഈവനിങ്. നമ്മുടെ ഇതൊക്കെ കേൾക്കുമ്പോൾ ടീച്ചർക്ക് എന്താണ് തോന്നുന്നത് ഈ സംഭവത്തെ കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ? ഇതൊക്കെ കേൾക്കുമ്പോ നമ്മൾ യുഗത്തിലൂടെ കടന്നു പോകുന്ന ഒരു തലമുറയാണ്. അപ്പൊ ഇതിനകത്ത് സാറേ ഇങ്ങനെ ഒരു ഇഷ്യൂ വരുമ്പോ നമുക്ക് എല്ലാവർക്കും ഇതിന് അറിയാനുള്ള ഒരു ആകാംക്ഷ, ക്യൂരിയോസിറ്റി കൂടുതലായിരിക്കും. അപ്പം അതിനകത്ത് ഇപ്പൊ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത് അസ്വാഭാവികത ഒന്നും കാണുന്നില്ല എന്ന് പറയുന്നു. ഓക്കെ, അപ്പം സാറേ നമ്മളിപ്പോ നോർമൽ ഡെത്ത് പോലും കാലാന്തരത്തിൽ അത് മർഡറായിട്ട് തെളിഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ ഈ കംപ്ലൈന്റ് പറയുന്നവരെ നമുക്ക് നോർമലി ഒന്നും പറയാൻ പറ്റുന്നില്ല. സാഹചര്യം അതാണല്ലോ നമ്മളെ പഠിപ്പിക്കുന്നത്. പിന്നെ ഇതില് നോക്കിക്കഴിഞ്ഞിട്ട് അസ്വാഭാവികത ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഫാമിലിയെ മറ്റുള്ള ഇഷ്യൂസിലൊന്നും പെടുത്താതെ
ഒപ്പിടുക എന്നുള്ളതാണ് സാറേ ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ അഭിപ്രായം. യെസ്, വ്യക്തമാണ് ടീച്ചർ. ഇന്ന് ഒരുപാട് പ്രാക്ടീകരുള്ളതുകൊണ്ടാണ് സാധാരണ നമ്മൾ ടീച്ചറുമായിട്ട് കുറേ നേരം സംസാരിക്കുന്നതാണ്. നാളെ ഒരു ദിവസം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം. നജീബിനോട് ഞാൻ ചോദിച്ചിരുന്നു എന്താണ് ചമ്മിപ്പോയത് എന്ന് പറഞ്ഞു. നജീബ് എന്നെ പിന്തുണച്ചതാണ്. കാരണം ജനങ്ങളുടെ കമൻറ്റ് വായിക്കുന്നത് ഓവറായി എന്ന് ഒരാൾ പറഞ്ഞു. അപ്പോൾ ആ പറഞ്ഞാൽ ചമ്മിപ്പോയി എന്നാണ് നജീന പറയുന്നത്. അപ്പോൾ നജീനയ്ക്ക് എന്നോടുള്ളൊരു പിന്തുണയാണ്. കാരണം ഇതിലുള്ള കമൻറ്റുകളും ജനങ്ങളുടെ അഭിപ്രായം തന്നെയാണല്ലോ. അപ്പോൾ പൊതുവേദി എന്നാൽ ആളുകളുടെ അഭിപ്രായം എന്നതാണല്ലോ. അപ്പോൾ സ്വാഭാവികമായി ഇതും വായിക്കുന്നത് തെറ്റില്ല എന്ന എൻ്റെ അഭിപ്രായത്തെ നജീന അംഗീകരിക്കുന്നു. സാധാരണക്കാരൻ്റെ ശരീരത്തോട്ട് കാട്ടിയ അവഹേളനമാണെന്ന് പറയുന്നു ബിനു അപ്പുക്കുട്ടൻ. അതേസമയം രാഹി പറയുന്നത് ഇനിയും ഒരാളെ കൊന്നിട്ടിരുത്തിയാൽ അതിന് സമാധി എന്ന് പറഞ്ഞു വരുമോ എന്നതാണ്. ജൂൺ പറയുന്നത് മാപ്രകൾക്ക് തൃപ്തിയായി എന്നാണ്. ഈ ജൂണിന് ഇപ്പോൾ ഈ മാപ്രകൾക്ക് തൃപ്തിയായി എങ്ങനെയാണ് കണ്ടെത്താൻ കഴിഞ്ഞതെന്ന് എനിക്കറിയില്ല. ജൂൺ എന്താണ് ഇങ്ങനെ ഒരു നിലപാട് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അഭിഷേക് നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണെന്നാണ് തോന്നുന്നു. ഞാൻ പലപ്പോഴും അഭിഷേകിൻ്റെ കമൻറ്റ് കാണാറുണ്ട്. സംഭവിക്കുന്നതെല്ലാം നല്ലതിന്, ആ നാട്ടിൽ മാത്രം അറിയപ്പെടേണ്ട ആൾ മരണത്തോടെ ലോകം മുഴുവൻ അറിയപ്പെട്ടു എന്ന് അഭിഷേക് പറയുന്നു. അതിലൊരു കാര്യമുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്ക് പല ആൾക്കും ഗോപൻ സ്വാമി ആരാണെന്നൊക്കെ ഇപ്പോൾ അറിയാൻ കഴിഞ്ഞു. അല്ലെങ്കിൽ ഒരുപക്ഷെ അതാരും അറിയില്ലായിരുന്നു. ദേവിക പറയുന്നത് വിശ്വാസമായാലും അവിശ്വാസമായാലും ജീവൻ എന്ന് പറയുന്നത് ഒരു വിലയും ഇല്ലേ എന്ന് ദേവിക ചോദിക്കുന്നു. അമൽ നീരജ് ചോദിക്കുന്നു ഇതുകൂടി സമാധി ട്രെൻഡ് അവസാനിച്ചു എന്ന് പറയുന്നു. അതേസമയം നമുക്കൊപ്പം മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നത് വെള്ളമുണ്ടയിൽ നിന്നാണ്. ശ്രീ സൂപ്പി, കേൾക്കാമോ? ഹലോ. ശ്രീ സൂപ്പി. അതെ. ശ്രീ സൂപ്പിക്ക് എന്ത് തോന്നുന്നു? എന്റെ അഭിപ്രായത്തിൽ ഒരു മകൻ പറഞ്ഞു അവിടെ പോയി ഇരുന്നതാണ്, സമാധി ഇരുന്നതാണ്. ഒരാൾ പറഞ്ഞു അവിടെ കൊണ്ടുപോയി ഇരുത്തിയതാന്ന് പറഞ്ഞു. അപ്പൊ അതിൽ തന്നെ വൈരുദ്ധ്യമില്ലേ? അതെയോ? പിന്നെ അതേപോലെ തന്നെ ഈ സമാധി ഇരുത്തുമ്പോൾ അതിന് മുമ്പേ തന്നെ മരണ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്ന നടപടി സർക്കാർ അത് കൊണ്ടുവരണമെന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ നിങ്ങൾ പറഞ്ഞു അരുൺകുമാറിനെതിരെ ആരും ഇന്ന് വാർത്ത പറഞ്ഞില്ല. നേരത്തെ ഒരു പ്രേക്ഷകൻ പറഞ്ഞു കേട്ടു. ഞാൻ കേട്ടല്ലോ ഇന്ന് രാവിലെ നിങ്ങൾ അരുൺകുമാറിന്റെ വാർത്ത പ്രക്ഷേപണം ചെയ്ത് ഞാൻ കേട്ടു. അതെ, വാർത്ത കൊടുക്കും. ഇതിപ്പോ ഞാൻ പറയട്ടെ, ഇനി എന്നെ പറ്റി ഒരു തെറ്റായ വാർത്ത വന്നാലും ന്യൂസ് 18 അത് വരും കേട്ടോ. അത് നമുക്കത് ഈ അരുൺകുമാറിനൊന്നും ഇവിടെ പ്രത്യേകിച്ച് ഒരു സ്ഥാനമില്ല. എന്നെയാണ് ഇവിടെ സ്നേഹിക്കുന്ന ആളുകൾ കൂടുതലുള്ളത്. അപ്പോൾ എനിക്കെതിരെ വന്നാലും വാർത്ത വരും. അപ്പോൾ എന്നേക്കാൾ വലിയ ഒരു പ്രത്യേകത ഒന്നും അരുൺകുമാറിന് ഈ ന്യൂസ് ചാനലിലില്ല. എല്ലാവർക്കെതിരെയും വാർത്ത വരും. വാർത്ത വരുന്നത് കൊണ്ട് നമുക്ക് പേടിക്കാനൊന്നുമില്ല. അരുൺകുമാർ തെറ്റുകാരനാണോ അല്ലയോ എന്നൊക്കെ കണ്ടുപിടിക്കേണ്ട കോടതിയാണ്. അരുൺകുമാറിനെ എനിക്ക് വർഷങ്ങളായി അറിയാവുന്ന ഒരാളാണ്. അയാൾ ഒരു അധ്യാപകനാണ്. അത് എന്താണെന്നുള്ള കാര്യം അരുൺകുമാറും വ്യക്തമാക്കട്ടെ. പല ആളുകളും അത് പോക്സോ കേസ് എന്ന് പറഞ്ഞപ്പോൾ പീഡന കേസാണെന്നൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുക. അങ്ങനെ പീഡനമൊന്നുമല്ല, അതൊരു ദ്വയാർത്ഥ പ്രയോഗവുമായി ബന്ധപ്പെട്ട കേസാണ്. ഞാൻ കൂടുതൽ സംസാരിക്കില്ല, കാരണം പല പ്രേക്ഷകരും. അതെ, ഏതായാലും സൂപ്പി നമ്മൾ സ്ഥിരം പ്രേക്ഷകനാണ്. നമുക്ക് ഓക്കെ. പിന്നീട് ഈ സംഭവങ്ങളിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നു എന്ന് പറയുന്നു. രാഹിക്ക് അരുൺകുമാറിനോട് അങ്ങോട്ട് മാറി നിൽക്കാൻ ആണ് പറയേണ്ടത്. ബിനു അപ്പുക്കുട്ടൻ പറയുന്നു സമാധി എന്നത് സത്യമായി എന്ന് പറയുന്നു. സ്മൂത്ത് പറയുന്നു സമാധി ഗോയിങ് റോങ് എന്നാണ് പറയുന്നത്. അതേസമയം മാസ് കേരള പറയുന്നു ഇനി സമാധി അടക്കാൻ ഇരിക്കുന്ന ആൾ ദൈവങ്ങളുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾ മരണ സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുക്കേണ്ടി വരും എന്ന് പറയുന്ന മാസ് കേരളയുടെ അഭിപ്രായം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ ഈ കാര്യം വ്യക്തമായ സ്ഥിതിക്ക് ഒരു സമാധി ഇരിക്കണമെന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അത് ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അതിൻ്റെ നടപടിക്രമങ്ങൾ കൂടി അന്വേഷിക്കാൻ മക്കൾക്കൊരു ഉപദേശം കൊടുക്കുന്നത് നല്ലതായിരിക്കും. ആ കുടുംബത്തെ അനുഭവിച്ച മനപ്രയാസം ഈ ബോധമില്ലാത്ത ആളുകൾക്ക് മനസ്സിലാകുമോ എന്ന് ഷീബ ചോദിക്കുന്നു. മുരളിയും സമാധിപ്പിക്കുകയും മഹാസമാധി എന്ന് പറയുന്നു. ഒരു പായസം കുടിച്ചാൽ മക്കൾ ഉണ്ടാകുമെന്ന് എന്നൊക്കെ ഉള്ള ഇത് ഇങ്ങനെ സ്പീഡിൽ പോകുന്നുണ്ട്. എനിക്ക് പലതും വായിക്കാൻ കിട്ടുന്നില്ല. ഏതായാലും ഷീബക്ക് പറയുന്നു ഇപ്പോഴെല്ലാം സമാധാനമായി എന്ന് പറയുന്നു. അന്നോ എങ്കിൽ ചേട്ടൻ ഒരു കേസ് ഉണ്ടാക്കി നോക്കി ന്യൂസ് 18 വാർത്ത കൊടുക്കുമോ എന്ന് അറിയാനാണെന്ന് ഈ VK പറയുന്നത്. എൻ്റെ VK, ഞാനൊരു സത്യസന്ധനായി നല്ലവനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എത്രമാത്രം അതിൽ വിജയിച്ചെന്ന് അറിയില്ല. പരമാവധി ഞാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ഏതായാലും പോക്സോ കേസിലൊന്നും ഞാൻ കുടുങ്ങല്ലേ എന്നാണ് എൻ്റെ ഒരു വലിയ പ്രാർത്ഥന. ഞാൻ വലിയ ദൈവവിശ്വാസിയും കൂടിയാണ്. അതുകൊണ്ട് അങ്ങനെയൊന്നും പറയില്ല. ഇത് വാർത്ത കൊടുക്കുമോ എന്നറിയാൻ വേണ്ടി എന്നെ ഒരു കേസിൽ പ്രതിയാക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അമൽ നീരദ് പറയുന്നത് അങ്ങനെ നമുക്കൊരു പുതിയ ദൈവത്തെ കൂടി കിട്ടി എന്ന് പറയുന്നു. മലപ്പുറം ബുഷാറ പറയുന്നു കേരളം കണ്ട അൺബോക്സിംഗ് ആണ് ഇത് എന്ന് പറയുന്നു. ഏതായാലും ഇനി നമുക്ക് അടുത്തൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത്
ശശിധരനാണ്. ശ്രീ ശശിധരൻ, ഗുഡ് ഈവനിങ്. ഇന്ന് നമുക്ക് ധാരാളം പ്രേക്ഷകരും ധാരാളം യൂട്യൂബ് കമൻറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ചിലർ കുറച്ച് ആളുകൾക്കൊക്കെ നമുക്കൊരു പ്രാധാന്യം കൊടുക്കാമെന്നുണ്ട്. ശ്രീ ശശിധരൻ എപ്പോഴും നമ്മുടെ പൊതുവേദിയുടെ അവിഭാജ്യ ഘടകമാണല്ലോ, നമ്മളെപ്പോഴും ധാരാളം സംസാരിക്കുന്നതാണ്. നമുക്ക് അതുകൊണ്ട് ഞാൻ ശ്രീ ശശിധരനിലേക്ക് വരാൻ വൈകി എന്നുള്ളതാണ്. പക്ഷേ ഈ സംഭവത്തിൽ ശ്രീ ശശിധരൻ്റെ അഭിപ്രായം എന്താണെന്നാണ് തോന്നുന്നു, ഒരു ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞാൽ? ഗുഡ് ഈവനിങ്. എന്തുണ്ട്? എനിക്ക് തോന്നണത്, ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ. മനുവിന് ഇപ്പൊ ചില ശ്രോതാക്കളെ നിന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയാണ് കൂടുതൽ കമന്റ് വായിക്കണമെന്ന് എനിക്കൊരു സംശയം. അങ്ങനെ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചില ആളുകളിൽ ഒരാളാണ് ശ്രീ ശശിധരൻ. അങ്ങ് കുടുംബത്തോടൊപ്പം പൊതുവേദി കാണുന്നതെന്ന് എപ്പോഴും പറയുന്നതിൽ ഞാൻ അധികം സന്തോഷിക്കുന്നു. അങ്ങയോട് സംസാരിക്കാൻ പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സ്ഥിരം ഉള്ള സമയങ്ങളിൽ അങ്ങ് ധാരാളം സമയം നമ്മൾ സംസാരിക്കുന്നതാണ്, ദിവസവും വിളിക്കുന്നതാണ്. അപ്പോൾ ചില പുതുമുഖങ്ങളെ കാണുമ്പോൾ നമ്മൾ ചില വിരുന്നുകാർ വരുമല്ലോ, അവർക്ക് നമ്മൾ ആ സമയത്ത് ഒരു പ്രത്യേകത കൊടുക്കും, അത്രയേ ഉള്ളൂ. ഏതായാലും അങ്ങ് പല ആളുകളും നമ്മുടെ പൊതുവേദിയിൽ വിളിക്കുന്ന ചില ആളുകൾ വിളിക്കാറില്ല. അപ്പോൾ ഞാനിപ്പോൾ അവരെയൊക്കെ അന്വേഷിക്കാൻ, ജിതിൻ എന്നൊരു പ്രേക്ഷകൻ പാലക്കാട്ട് നിന്ന് വിളിക്കായിരുന്നു, മോഹൻദാസ് എന്നൊരു പ്രേക്ഷകൻ ആലത്തൂരിൽ നിന്ന് വിളിക്കുക, അതുപോലെ സലീന എന്ന് പറഞ്ഞൊരു പ്രേക്ഷക കോമൺവെൽത്ത് ടൈൽസിന് സമീപത്ത് നിന്ന് വിളിക്കുകയായിരുന്നു. ഇവരൊന്നും ഇപ്പോൾ കാണാനില്ലല്ലോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ച് കൊണ്ടിരിക്കുകയും ചെയ്യണം. അതേതായാലും നമുക്കിന്ന് പെട്ടെന്ന് നമ്മുടെ അഭിപ്രായത്തിലേക്ക് കടക്കാം. നമുക്കിന്ന് ഒരു ദിവസം കൂടുതൽ വിശദമായി സംസാരിക്കാം. അയ്യോ, വളരെ ദുഃഖകരമായ ഒരു സംഭവം. ശ്രീ ശശിധരനുമായുള്ള ടെലിഫോൺ ബന്ധം കട്ടായിരിക്കുന്നു. ബീന പറയുന്നത് ആ പരേതരായ മനുഷ്യരോട് നമ്മുടെ നിയമം കാണിച്ചത് തെറ്റായിപ്പോയി എന്ന് പറയുന്നു. ഷാജി KM പറയുന്നു, ഞാൻ അയക്കുന്ന കമൻറ്റ് വായിച്ചില്ല എന്ന് പറയുന്നു. അങ്ങനെ ചെയ്യില്ല ഷാജി, ഞാൻ ഇതിങ്ങനെ അതിവേഗം പോകുന്നതുകൊണ്ട് പലതും കിട്ടുന്നില്ല. ഇങ്ങനെ വളരെ വേഗത്തിൽ ആളുകൾ ടൈപ്പ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പ്രായമായി വരുന്നതാണല്ലോ, അപ്പോൾ സ്വാഭാവികം അതിൻ്റെ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. ഞാൻ ഫസ്റ്റ് ടൈം ഇത് കാണുന്നു. നാളെ മുതൽ ഞാനും ഇവിടെ ഉണ്ട് എന്ന് VK പറയുന്നു. VK പൊതുവേദിയുടെ കുടുംബത്തിലേക്ക് സ്വാഗതം. ഇവിടെ നിരവധി ആളുകൾ നമ്മളൊക്കെ ഇങ്ങനെ ഇരുന്ന് വൈകുന്നേരങ്ങളിൽ പൊതുകാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു, ആളുകൾ അവരുടെ അഭിപ്രായം പറയുന്നു. VK സ്വാഗതം. സമാധിയിലെ സത്യം അറിഞ്ഞെങ്കിൽ ഇവിടെ അതൊരു സാമൂഹിക പ്രശ്നമായി മാറും എന്ന് പറയുന്നു. ഈ ഫാമിലിയിൽ നിന്ന് കൂടുമോ, ഈ ഫാമിലി എന്നെ കൂട്ടുമോ എന്ന് ചോദിക്കുന്നു ഷെരീഫിന് സ്വാഗതം. ഇതൊരു എല്ലാവർക്കും വാതിലുകൾ തുറന്നു വെച്ചിട്ടുള്ള ഒരു ഫാമിലിയാണ് പൊതുവേദി. ഒപ്പം ഇത് നമ്മുടെ ഹൃദയം കൂടി തുറന്നു വെച്ചിട്ടുള്ള ഒരു വീടാണ്. അപ്പോൾ ഇവിടെ ആളുകൾക്ക് വരാം, സത്യസന്ധമായുള്ള അവരുടെ അഭിപ്രായങ്ങൾ പറയാം. പൊതുജനങ്ങൾക്ക് ഇപ്പോൾ ഒരു വാർത്തയെ മറച്ചു പിടിക്കാൻ കഴിയില്ല എന്ന് അവർക്കും അവരുടെ അഭിപ്രായങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ, പക്ഷേ എല്ലാം സഭ്യമായി ചെയ്യുക എന്നതാണ് നമ്മുടെ രീതി. ലാഷ പറയുന്ന നമ്മുടെ രാജ്യത്തെ നിയമം എല്ലാവർക്കും ഒരുപോലെ ആകണം എന്ന് പറയുന്നു. സ്റ്റീഫൻ റൊണാൾഡ് പറയുന്നു 1 മണിക്കൂർ കമൻറ്റ് വായനയും 1 മണിക്കൂർ കോളിങ്ങും ആക്കണമെന്നാണ്. ഇത് എൻ്റെ ലാഷ, ഇത് നമ്മൾ പൊതുവേദി എന്ന പരിപാടി ആദ്യം അരമണിക്കൂറായിരുന്നു. അങ്ങനെ പ്രേക്ഷകർക്ക് അത് വിളിക്കാനും ഈ കമൻറ്റുകൾ പറ്റുന്നില്ല എന്ന് മനസ്സിലാക്കി നമ്മൾ 1 മണിക്കൂർ സമയം കൊടുത്തു. നമ്മളൊരു വാർത്താ ചാനലാണ്, അപ്പോൾ കൂടുതൽ ആളുകൾ വാർത്ത കേൾക്കാനായിരിക്കും കാത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കത് പരിശോധിക്കാം, കമൻറ്റ് വായിക്കാനും ഒക്കെ നമുക്ക് അവസരം കിട്ടാൻ കേട്ടോ. സമീർ KP പറയുന്നു എൻ്റെ കമൻറ്റ് വായിക്കുന്നില്ല എന്ന് സമീർ KPയും പറയുന്നു. സമീറിൻ്റെ കമൻറ്റൊക്കെ വായിക്കും, ഒന്നും പേടിക്കാനില്ല. ഞാനത് കാണുമ്പോൾ വായിക്കും. ചിലതൊക്കെ ഇങ്ങനെ വിട്ടുപോകുന്നതുകൊണ്ടാണ് ചാനൽ കണ്ടിരിക്കാൻ നല്ല രസം എന്ന് റാഹി പറയുന്നു. ഏതായാലും റാഹി ഈ പൊതുവേദി കണ്ടിരിക്കാൻ നല്ല രസമുണ്ട് എന്ന് പറയുന്നതിൽ ഞാൻ അങ്ങേയറ്റം അങ്ങയോട് നന്ദി രേഖപ്പെടുത്തുന്നു. സെയ്ദ് എനിക്ക് നിറയെ ഹൃദയം അയച്ചിരിക്കുകയാണ്. താങ്കൾക്ക് എൻ്റെ ഒരു 10-15 ഹൃദയം, റെഡ് ഹൃദയങ്ങളാണ്. സെയ്ദിൻ്റെ ചുവന്ന ഹൃദയങ്ങൾ ഞാൻ സ്വീകരിക്കുന്നു. ഒപ്പം സെയ്ദിന് എൻ്റെ സ്നേഹവും അഭിവാദ്യങ്ങളും. മറ്റൊരു കോളർ നമുക്കൊപ്പം കാത്തിരിക്കുന്നുണ്ട്. എൻ്റെ അഹമ്മദ് ബാബയാണ് കാത്തിരിക്കുന്നത്. ശ്രീ അഹമ്മദ് ബാബ, ഞാൻ താങ്കളെ ഒന്ന് പിന്നീട് വിളിക്കണമെന്ന് വിചാരിച്ചതാണ്. ഏതായാലും താങ്കൾ തന്നെ ഇങ്ങോട്ട് വിളിച്ചു. ഒരു പൊതുവേദിയിലെ ഒരു സ്ഥിരം പ്രേക്ഷകനായി മാറുന്നു എന്നതിൽ ഞങ്ങൾക്ക് അങ്ങേയറ്റത്തെ സന്തോഷം. നമ്മൾ തമ്മിൽ ഒരിക്കൽ തർക്കിക്കുകയൊക്കെ ചെയ്ത് ഞാൻ വിചാരിച്ച അഹമ്മദ് ബാബ എന്നോട് പിണങ്ങിപ്പോയെന്ന്. ഏതായാലും അങ്ങ് വന്നു എന്നത്, വീണ്ടും വിളിച്ചു വന്നത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഈ വാർത്തയൊക്കെ കേട്ടിട്ട് ശ്രീ അഹമ്മദ് ബാബയ്ക്ക് എന്താണ് തോന്നുന്നത്? ഞാൻ ഇന്നലെ വിളിച്ചായിരുന്നു, എനിക്ക് കോള് കിട്ടാഞ്ഞതാണ്. അത് ശരി. അന്നത്തെ സംസാരത്തിൽ എന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പാകപ്പഴം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഐ ആം സോറി. അങ്ങനെയൊന്നുമില്ല. പൊതു അഭിപ്രായം പറയാനുള്ളതാണ്. എന്നെ പല ആളുകളും വിമർശിക്കും, ചില ആളുകൾ എനിക്ക് അനുമോദനങ്ങൾ അറിയിക്കും. ഇപ്പോൾ കൂടുതലും വിമർശിക്കുന്നവരാണ്. DRGL എനിക്ക് കുറേ ഹൃദയമൊക്കെ അയച്ചിട്ടുണ്ട്. അങ്ങനെ പല ആളുകളും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വിമർശനവും പൊതുവേദിയുടെ ഒരു അവിഭാജ്യ ഘടകമാണ്. ഞാൻ തുറന്നു പറയും. പറഞ്ഞോട്ടെ, തുറന്നു പറയുന്നവരുടെ ഒരു വേദി കൂടിയാണ് പൊതുവേദി. അതെയോ? ശരി. ഇന്നലെ കിട്ടിയില്ല അല്ലേ?
ഇന്നലെയും കിട്ടിയില്ല. ഇന്നലെ വിളിച്ചായിരുന്നു, കുറെ പ്രാവശ്യം വിളിച്ചു, ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ല. ഇതിപ്പോ അദ്ദേഹത്തിന്റെ ഈ സമാധിയില് അല്ലെങ്കിൽ ഈ മരണത്തില് പിന്നെ ജനങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആ കല്ലറ തുറന്ന് പരിശോധിച്ചിട്ട് സത്യാവസ്ഥ നമുക്ക് മനസ്സിലാക്കാമല്ലോ, അതിന് സാധിക്കുമല്ലോ. അപ്പൊ ഇനിയും ഇത് ഒരു അന്തിമ തീരുമാനമായിട്ടില്ല. അപ്പോ ആന്തരിക അവയവങ്ങളുടെ റിസൾട്ടൊക്കെ വരാനുണ്ട്. കഴിഞ്ഞിട്ട് അതിന്റെ റിസൾട്ട് കൂടിയല്ലേ നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ കുടുംബത്തിന് അങ്ങനെ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉള്ള വിധത്തില് ആണ് കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഒരു ഇത് തന്നെയല്ലേ. ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരട്ടെ, പുറത്തു വരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാത്തിരിക്കാം. ശ്രീ അഹമ്മദ് ബാബു, ഇന്ന് ഒരുപാട് പ്രേക്ഷകരുള്ളതുകൊണ്ടാണ് ഞാൻ സാധാരണ താങ്കൾക്ക് ധാരാളം സമയം തരുന്നതാണ്. നമുക്ക് ചെറിയൊരു പ്രേക്ഷകരുടെ ഒരു വലിയ കൂട്ടം വരുന്നത്. എനിക്ക് കുറേ പേര് ഹൃദയമൊക്കെ അയക്കുന്നുണ്ട്, വളരെ നന്ദി. ഞാൻ അവരുടെ പേരുകളൊക്കെ വായിക്കാം. ഒരു ചെറിയ ഇടവേള അനിവാര്യമായതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അതിലെ ഇടവേള കഴിഞ്ഞ് മടങ്ങിയെത്താം. ഷോർട്ട് ബ്രേക്ക്. ആറാലുമൂട് കൈലാസനാഥ ക്ഷേത്രത്തോട് ചേർന്ന സമാധി സ്ഥലം, ഗോപൻ സ്വാമിയുടെ സമാധി സ്ഥലം പൊളിച്ചപ്പോൾ അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയായിരുന്നു എന്ന് അറിയാനുള്ള ആകാംക്ഷ എല്ലാ മലയാളികൾക്കും കാണും. അതിന് ഉത്തരം തരാൻ ഈ പോലീസ് നടപടികൾക്ക് സാന്നിധ്യം വഹിച്ച നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയിലെ പുത്തനമ്പലം വാർഡ് കൗൺസിലർ കൂടിയായ പ്രസന്നകുമാർ എന്നോടൊപ്പം ചേരുന്നു. പോലീസ് പുലർച്ചെ തന്നെ ഇവിടെ എത്തിയിരുന്നു. നിങ്ങളോട് എപ്പോഴാണ് ഇവിടെ ഇങ്ങനെ എത്തുമെന്ന് പറഞ്ഞത്? ഞാൻ ഒരു 7-7:15 മണിക്ക് ഈ സമാധി സ്ഥലത്ത് എത്തിയായിരുന്നു. ആ സമയത്ത് നമ്മുടെ RDO ഉദ്യോഗസ്ഥൻ, അതുപോലെ പോലീസ് ഓഫീസർമാർ, ഡോക്ടർമാർ, നമ്മുടെ ഇത് പൊളിക്കുന്നതിന് വേണ്ടിയുള്ള 2-3 തൊഴിലാളികൾ, ജനപ്രതിനിധികൾ, കൗൺസിലർമാരും അതിയന്നൂർ പൊതുവേദി തുടരുകയാണ്. പല ആളുകളും പറയുന്നത്, ഇതിപ്പോൾ ഒരു അജീഷ് എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ പറയുന്നത്, ചിദാനന്ദപുരി സ്വാമിയെ പോലുള്ളവരെ ചാനലുകൾ വിളിക്കണം, അറിയാവുന്നവരോട് സമാധിയെക്കുറിച്ച് ചോദിച്ചാൽ അത് പ്രേക്ഷകർക്കും ഗുണകരമാകുമെന്ന് പറയുന്നു. സ്വാഭാവികമായിട്ട് നമ്മൾ അതൊരു ദിവസം അജീഷെ നമുക്ക് അത് നോക്കണം. ഇതിനെപ്പറ്റി അറിയാവുന്ന ആളുകൾ, എനിക്കും ഇത് സമാധിയെപ്പറ്റി അത്രയും ഇതില്ല, പൊതുവേ ആളുകൾ പറഞ്ഞു കേട്ടുള്ള അറിവേ ഉള്ളൂ. ദിബിൻ പറയുന്നത് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോഴും ശ്രീനാരായണ ഗുരുദേവൻ സമാധിയായപ്പോഴും ഇൻവെസ്റ്റിഗേഷൻ ഇല്ലാതിരുന്നു എന്നാണ് പറയുന്നത്. അത് ആ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയായിരിക്കാം. ഇപ്പോൾ നമ്മളുടെ കാലം സാഹചര്യമൊക്കെ മാറി. ഏതായാലും അവരൊക്കെ നമ്മുടെ മനസ്സിൽ വലിയ വലിയ നന്മകൾ വിതയ്ക്കുന്ന കാര്യങ്ങളാണ്. ശ്രീനാരായണ ഗുരുദേവനായാലും ജീസസ് ക്രൈസ്റ്റ് ആയാലും. അതേപോലെ സാർ, അൺബോക്സിങ് കഴിഞ്ഞ സ്വാമിയുടെ എന്നൊക്കെ ചോദിക്കുന്നു എന്നോട് ആഷിഖ് ഷാജി. ഒപ്പം ഹക്കീം പറയുന്നത് കമൻറ്റ് വായിക്കണം, അപ്പോഴല്ലേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആവും, അല്ലെങ്കിൽ റേഡിയോ ആവും. സ്വാമിജിയുടെ സമാധി സത്കല അല്ലേ നാം സൃഷ്ടിക്കുന്നത് എന്ന് പറയുന്നു. ഹഫസ് പറയുന്നു, വിശ്വാസികൾക്ക് ഈ പറഞ്ഞത് ചെയ്താലും വിശ്വാസം കാണും, യുക്തിവാദികൾ ഇതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കും എന്ന് പറയുന്നു. ഒപ്പം റെഡ് ചില്ലീസ് പറയുന്നു, രേഖാചിത്രം വരച്ചു തുടങ്ങി എന്നാണ് പറയുന്നത്. ഓക്കെ, എല്ലാവരും പാവം നമ്മുടെ ഡോക്ടർ അരുണിനെയാണ് ഇങ്ങനെ ഇതിൽ എടുത്തിട്ട് അലക്കാൻ നോക്കുന്നത്. എനിക്ക് അരുൺ അത്ര മോശക്കാരനൊന്നും അല്ല, പക്ഷേ ഒരു ചെറിയ കാരണങ്ങളെ കൊണ്ടായിരിക്കും അദ്ദേഹത്തിനെതിരെ കേസെടുത്തിട്ടുണ്ടാവുക. അത് നമുക്ക് വരട്ടെ, വിധി വരട്ടെ, നമുക്ക് നോക്കാം. ഏതായാലും വാർത്തയൊക്കെ അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഇല്ലാത്ത കാര്യങ്ങൾ പറയാൻ ഡോക്ടർ അരുണിനെതിരെ പാടില്ല എന്നുകൂടി എനിക്കൊരു അഭിപ്രായമുണ്ട്. ബിനു അപ്പുക്കുട്ടൻ പറയുന്നത്, ആധുനിക ശാസ്ത്ര ലോകത്തിന് സമാധി എന്തെന്ന് പറയാൻ കഴിയുമോ എന്നുള്ളത് ഇല്ല. അത് സമാധി എന്നുള്ളത് അത് ഇനിയും സയൻസ് അതെങ്ങനെ വ്യക്തമാക്കുന്നു എന്നത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ടീന പറയുന്നു, മഹാസമാധിക്ക് ശേഷം പ്രളയം, എറണാകുളത്തെ പോലീസ് കാലെ പിടിച്ചു വലി, സമാധി, ഈ തർക്കത്തിനിടയിൽ LDF പുട്ടുകച്ചവടവും എന്ന് പറയുന്നു. എന്തായാലും എനിക്ക് തോന്നുന്നു LDFിൻ്റെ എതിരെയുള്ളൊരു നിലപാടാണ് സ്വീകരിക്കുന്നത്. ഓക്കെ, ഞാൻ വരാം. അടുത്ത പ്രേക്ഷകൻ ദാസൻ, ശ്രീദാസൻ കണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീദാസൻ, ഇന്ന് നിറയെ പ്രേക്ഷകരുള്ളത് കൊണ്ടാണ് എനിക്ക് പലർക്കും സമയം കൊടുക്കാൻ കഴിയാത്തത്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ എന്താണ് താങ്കൾക്ക് ഇതേപ്പറ്റി പറയാനുള്ളതെന്ന് വ്യക്തമാക്കാമോ? കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ ഈ ആധുനിക കാലഘട്ടത്തിൽ ഈ കേരളത്തിലൊക്കെ ഇങ്ങനെ സംഭവിക്കുന്ന പറയുമ്പോൾ നമുക്കൊക്കെ ഭയപ്പാടുണ്ടാവാം. ഇതൊക്കെ ഇപ്പൊ RB ബാബുവിനെ പോലത്തെ ആൾക്കാരൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്ത് കണ്ടപ്പോ നമുക്ക് വളരെ പ്രയാസം തോന്നി. ഇത് ഒരു വല്ലാതെ പ്രശ്നം, നമ്മളെ ഭയപ്പെടണം. ഇവരെ ഭയപ്പെട്ടേ പറ്റൂ. ഒരു സമുദായം ഇതെന്തൊരു തട്ടിപ്പായത്. ഇത് എവിടെ ഈ മൂത്ത മോനും അമ്മയ്ക്കും അവിടെ പോയി അവർ മിന്നാൻ നിന്ന് കളിയെ കളിച്ചേ, അമ്മയ്ക്ക് എന്തൊക്കെ കളിയെ കളിച്ചേ,
ഇപ്പൊ അമ്മക്ക് വേണ്ടായി. കാരണം വെച്ചാൽ ഇനി അടുത്ത പെൻഷൻ ആയിട്ട് കൊടുക്കാൻ ഇപ്പൊ സർട്ടിഫിക്കറ്റ് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇതൊക്കെ ഈ ലോകത്ത് കേരളം പോലത്തെ സ്ഥലത്ത് ഇത് നിങ്ങൾ എവിടെ 150 കൊല്ലം മുമ്പേക്ക് കൊണ്ടുപോകുന്നത് ഈ കേരളത്തിന് വളരെ വ്യക്തമാണ്. എനിക്കിന്നൊന്നും അധികം സമയം അനുവദിക്കാൻ നിർവാഹമില്ല. ഷംന പറയുന്നത് കിടപ്പ് രോഗിയാണെന്ന് പറയുന്നു. അതിനിടയിൽ കഞ്ഞി കുടിച്ചു, BP ഗുളിക കഴിച്ചു, അതൊക്കെ സ്വാഭാവികമെന്ന് മനസ്സിലാക്കാമില്ല. അതിനിടയിൽ ഒരു ബന്ധവുമില്ലാത്ത വർഗീയത വരേണ്ടായിരുന്നു എന്ന് ഷംന പറയുന്നു. ഷംനയോടൊപ്പം ഞാൻ യോജിക്കുന്നു. വർഗീയതയൊന്നും അല്ല നമ്മളിവിടെ നോക്കേണ്ടത്. നമ്മളിവിടെ യുക്തിസഹമായ കാര്യങ്ങളും അതിൽ നമ്മുടെ നിയമപരമായ കാര്യങ്ങളും പറയും. സച്ചിൻ PS എനിക്ക് തോന്നുന്നു നമ്മുടെ പൊതുവേദിയുടെ ഒരു പുതിയ പ്രേക്ഷകനാണെന്ന്, ഈ പരിപാടി കൊള്ളാമല്ലോ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഒരു ഹൃദയം ഒക്കെ അയക്കുന്നുണ്ട്. സച്ചിൻ PS-ന് നമ്മുടെ പൊതുവേദി കുടുംബത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഒരുപാട് പുതിയ ആളുകൾ പൊതുവേദി കാണാൻ വന്നിട്ടുണ്ട്. പലരും അവർക്ക് ഈ പരിപാടി കൊള്ളാമെന്ന് പറഞ്ഞ് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് എനിക്ക് അവരുടെ ഹൃദയമൊക്കെ അയക്കുന്നുണ്ട്. ആ ഹൃദയം ചുവന്ന് തുടുത്തിരിക്കുന്നു. അതോടൊപ്പം ആ സ്നേഹവും ആ പിന്തുണയും ആ ഐക്യവും എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത് ശ്രീ അജയ് കുമാറാണ്. അജയ് കുമാർ, ഇന്ന് നമുക്ക് ഒരുപാട് ആളുകൾ ഉള്ളത് കൊണ്ടാണ് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ വളരെ പെട്ടെന്ന് ഒന്ന് നമുക്ക് ഇതിനെപ്പറ്റി ഒന്ന് വിവരിക്കാമോ? എന്താണ് താങ്കൾക്ക് ഇതിനെപ്പറ്റി തോന്നുന്നത്? അവരുടെ കുടുംബത്തിന്റെ വിശ്വാസം സമാധിയാണെന്നാണ്. പക്ഷെ നിയമത്തിൽ സമാധിയൊന്നുമില്ലല്ലോ. നിയമത്തിൽ അതൊരു മരണമാണ്. ആ മരണം എങ്ങനെ സംഭവിച്ചു എന്ന് നിയമപരമായിട്ട് അറിയണം. അതറിഞ്ഞേ മതിയാവൂ. സ്വാഭാവിക മരണമാണെങ്കിൽ ആ മരണം മറച്ചു വെച്ചതിന്റെ പേരിൽ അവരുടെ പേരിൽ നടപടി ഉറപ്പായിട്ടും ഉണ്ടാകും. ഇനി അസ്വാഭാവികതയുണ്ടെങ്കിൽ അതിന്റെ ക്രിമിനൽ നടപടിയിലേക്ക് മുമ്പോട്ട് പോകും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇതിനെയൊക്കെ ഹിന്ദു വിശ്വാസവുമായിട്ട് കൂട്ടിക്കെട്ടിയുള്ള ഒരു രീതിയിൽ അവർ മുമ്പോട്ട് വരണ്ട. കാരണം ഞാനും എന്നെ പോലെയുള്ള എല്ലാവരും ഹിന്ദു വിശ്വാസികൾ ഇതിന് അഭിപ്രായം പറയുന്നത് മഹാഭൂരിപക്ഷവും ഹിന്ദു വിശ്വാസികളുണ്ട്. ഇതൊന്നും ഹിന്ദു വിശ്വാസവുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. അവരുടെ വിശ്വാസമാണ്. വിശ്വാസം വേറെ, നിയമം വേറെ. എനിക്ക് വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഇതിൽ സമാധി എന്താണ് എന്ന് വിശദീകരിക്കാമോ എന്നോട് ബിനീഷ് ചോദിക്കുന്നുണ്ട്. അത് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയാണ്. ചില മഹായോഗികളായിട്ടുള്ള ആളുകൾ അവരുടെ ജീവിതത്തിൻ്റെ അവരെ ഏൽപ്പിച്ച അവരുടെ മഹാപുരുഷന്മാർ നമ്മൾ വിളിക്കുന്നവർ അവരുടെ അവതാര ദൗത്യം പൂർണ്ണമായി നിറവേറ്റുകയും പിന്നീട് അവർ പരമാത്മാവിൽ ലയിക്കാനായിട്ട് സ്വയം തീരുമാനിക്കുകയും ചെയ്യുന്നൊരു ഘട്ടത്തിൽ അവരുടെ ശരീരത്തിൽ നിന്ന് ആ ജീവൻ വെടിഞ്ഞു പോകും. അത് അവർക്ക് തന്നെ അതിൻ്റെ സമയവും ഇതൊക്കെ അറിയാൻ കഴിയും എന്നാണ് നമ്മൾ സമാധി എന്ന വാക്കുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു സങ്കല്പം കൊണ്ട് അർത്ഥമാക്കുന്നത്. അത് നമ്മുടെ വളരെ വളരെ മഹാപുരുഷന്മാരായിട്ടുള്ള ആളുകൾ ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിരുന്നു എന്ന് നമ്മുടെ നാട്ടിലെ പല ആളുകളും വിശ്വസിക്കുകയും ചെയ്യുന്നു. അതിന് ശാസ്ത്രീയമായും തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ കയ്യിൽ അതിനൊന്നും തെളിവില്ല. എനിക്കിങ്ങനെ വായിച്ചു കേട്ടുള്ള അറിവേ ഉള്ളൂ. ഹഫ്സൽ പറയുന്നത് ഞാനും ഒരു പുതിയ അംഗമാണ് നിങ്ങളുടെ കുടുംബത്തിലെ. ഹഫ്സൽ, മോസ്റ്റ് വെൽക്കം. ഹഫ്സലിന് എൻ്റെ ഹൃദയംഗമായ സ്വാഗതം. ഹഫ്സൽ എനിക്ക് ഒരു റോസ് നിറത്തിലുള്ള ഹൃദയം അയച്ചിട്ടുണ്ട്. വെരി ഗുഡ്, താങ്ക് യു സോ മച്ച്. ഫൈസൽ പറയുന്ന മരണപ്പെട്ട ശേഷം ചൂടാറുന്നതിന് മുമ്പ് ഇരുത്തി സമാധി എന്ന് പറഞ്ഞതാകാം. ഇതിൽ കുടുംബത്തിനെ സഹായിക്കാൻ പിന്നിൽ വേറെ ആളുകൾ ഉണ്ടാകാം എന്നാണ്. ഏതായാലും അതിൻ്റെയൊക്കെ സത്യാവസ്ഥ പുറത്തു വരട്ടെ. ഈ വയനാട് ഈ അമരക്കുന്നിലെ കടുവ എന്തായി എന്ന് എന്നോട് ജൂലി ചോദിക്കുന്നു. കടുവയെ നമുക്ക് പിടിക്കണം, അതിനുവേണ്ടി വനം വകുപ്പൊക്കെ തയ്യാറാകുന്നുണ്ട്. ഏതായാലും കടുവയെ വൈകാതെ നമുക്ക് പിടികൂടാനാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം മനുഷ്യരുടെ ജീവൻ മറ്റെല്ലാറ്റിനേക്കാളും പ്രധാനപ്പെട്ടതാണ്. ഈ കടുവകൾ ചിലപ്പോൾ ഈ വനമൊക്കെ വിട്ട് ഇറങ്ങി വരും. ഈ കടുവകളെക്കുറിച്ച് ഞാൻ ഈ അടുത്ത് വായിച്ചത്, കടുവകൾക്ക് മനുഷ്യ ഒരിക്കൽ കഴിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് വളരെ സ്വാദേറിയതാണ്. മനുഷ്യൻ വളരെ ദുർബലനായ ഒരു ഇരയാണ്. അതിന് ഓടാനോ അല്ലെങ്കിൽ വലിയ വേഗതയിൽ ഓടാനോ അല്ലെങ്കിൽ മരം കയറാനോ വെള്ളത്തിൽ മീനിനെ പോലെ നീന്താനോ ഒന്നും അങ്ങനെ ശേഷിയില്ലാത്തവരാണ്. അപ്പോൾ എളുപ്പത്തിൽ പിടിക്കാൻ കഴിയുന്ന ഒരു ഇരയാണ് മനുഷ്യൻ എന്ന് കടുവ മനസ്സിലാക്കും. അങ്ങനെ മനസ്സിലാക്കിയാൽ അത് വലിയ ആക്രമണം ചെയ്യും. നമ്മുടെ ഈ ജിം കോർബറ്റ് ഈ കടുവകളെ പറ്റിയൊക്കെ കുറേ പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മാൻ ഈറ്റേഴ്സ് എന്നൊരു പുസ്തകമുണ്ട്. മാൻ ഈറ്റേഴ്സ് ഓഫ് ഇതിൻ്റെ പേര് മുഴുവൻ ഞാൻ ഓർക്കുന്നില്ല. ഏതായാലും ഇങ്ങനെ കടുവകളുടെ ഒരു പ്രശ്നം നമ്മുടെ നാട് എത്രയോ കാലമായി കാണുന്നതാണ്. അപ്പോൾ ഈ മനുഷ്യരെ കഴിക്കുക അല്ലെങ്കിൽ ആടിനെ കെട്ടിയിട്ട് ആടിനെ തിന്നുക എന്നൊക്കെയുള്ള രീതിയിലേക്ക് കടുവകൾ വന്നാൽ അത് ഒരു പ്രയാസം സൃഷ്ടിക്കും. അതിന് കൃത്യമായ ഇടപെടൽ ഉണ്ടാകും എന്നാണ് ഞാനും വിചാരിക്കുന്നത്. ഇനി നമുക്കൊരു പ്രേക്ഷകൻ നെടുമങ്ങാട് നിന്നുണ്ട്. ഞാൻ നെടുമങ്ങാട്
ഷിബു ഉണ്ട്. എന്നോട് അതിനിടയിൽ ആര്യ പറയുന്നു ഒന്ന് മൈൻഡ് ആക്കൂ സാർ എന്നാണ്. ഞാൻ ആര്യ കാണാത്തതുകൊണ്ടാണ് കേട്ടോ. എനിക്ക് എല്ലാ അർത്ഥത്തിലും മൈൻഡുണ്ട്. ആര്യ എല്ലാവിധ അഭിവാദ്യങ്ങളും. ഇന്ന് പൊതുവേദിയിൽ ധാരാളം കമൻറ്റുകൾ വരുന്നുണ്ട്. എനിക്ക് വായിക്കാൻ പറ്റാത്തത്ര വേഗതയിൽ ഇത് മുകളിലോട്ട് പോവുകയാണ്. ആര്യയോടൊക്കെ ഞാൻ എൻ്റെ സ്നേഹവും ഇതൊക്കെ അറിയിക്കുകയാണ്. കുടുംബത്തോടും ഒപ്പം പൊതുവേദിയുടെ അഭിവാദ്യങ്ങൾ അറിയിക്കുക. ഷിബു നെടുമങ്ങാട് എന്നാണ് വിളിക്കുന്നത്. ശ്രീ ഷിബു, മാൻ ഈറ്റേഴ്സ് ഓഫ് സുന്ദർബൻ എന്നിനി എനിക്ക് ആ പുസ്തകത്തിൻ്റെ പേര് എഴുതുന്നത് മാൻ ഈറ്റേഴ്സ് ഓഫ് സുന്ദർബൻ ആണെന്നാണ്. ഓക്കെ, ഏതായാലും ഒരു മനുഷ്യനെ തിന്നുന്ന കടുവയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഓക്കെ, യെസ് ഷിബു, നമസ്കാരം. നമസ്കാരം. ഇതിപ്പം ദുരൂഹതയൊന്നും ഇനി ഉണ്ടാവാൻ സാധ്യതയില്ല. പിന്നെ അത് മാത്രമല്ല, ഇവർക്കൊരു തെറ്റുപറ്റി എന്ന് വെച്ചാൽ ഇവര് വേറെ ആരെയും അറിയിച്ചില്ല. അതാണ് ഏറ്റവും വലിയ സമാധിയെ കുറിച്ച്. പിന്നെ ഇതില് അവരമ്മയും മക്കളും ഒരു പരാതി ഇല്ലായിരുന്നു. പുറത്തു നിന്നുള്ള ചില ആൾക്കാർക്കാണ് പ്രശ്നമെന്നാണ് അവർ പറയുന്നത്. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. നമുക്കിന്ന് സമയം തീരെ കുറവായതുകൊണ്ടാണ്. നാളെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം. അജിമോൾ എനിക്ക് ഒരു സ്നേഹ സമ്മാനം എന്ന നിലയിൽ 2 ഹൃദയത്തിൻ്റെ ചിത്രങ്ങൾ അയച്ചിരിക്കുന്നു. താങ്ക് യു അജിമോൾ. ഇത് നല്ല ചർച്ച എന്ന് പറയുന്നു, എന്നിട്ട് ചിരിക്കുകയാണ്. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു സോ മച്ച്. എനിക്ക് ഇതയക്കുന്നു. ആര്യ എന്നോട് നന്ദി പറയുന്നു. ആര്യയ്ക്ക് നമ്മൾ ആര്യ അങ്ങനെ കൈവിട്ടതല്ല, അല്ലെങ്കിൽ കാണാതെ മൈൻഡാക്കാത്തതല്ല. എല്ലാ പ്രേക്ഷകരും നമുക്ക് ഒരുപോലെ വളരെ വളരെ വേണ്ടപ്പെട്ടവരാണ്. പ്രത്യേകിച്ച് പൊതുവേദിയെ സംബന്ധിച്ചിടത്തോളം വളരെ വേണ്ടപ്പെട്ട ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നതിനെ ദയവായി സന്യാസിമാരെ വിളിക്കൂ, അല്ലാതെ ഹിന്ദു വിരുദ്ധരായവരെ കൊണ്ട് സംസാരിപ്പിക്കരുത് എന്നൊരു പ്രേക്ഷകൻ പറയുന്നു. ഇത് ഹിന്ദു വിരുദ്ധരായ ആളുകളല്ല. ഇപ്പം നമ്മൾ സന്യാസിമാർക്ക് അങ്ങനെ അവരുടെ കാര്യങ്ങൾ അറിയാമായിരിക്കും, പക്ഷേ പൊതുജനങ്ങൾക്കും ഇതിലൊരു അഭിപ്രായം ഉണ്ടാകുമല്ലോ. അപ്പോൾ പൊതുവേദി എന്നാൽ പൊതുജനങ്ങൾ എന്ത് മനസ്സിലാക്കുന്നു എന്നൊക്കെയാണ്. അപ്പോൾ താങ്കൾ പറഞ്ഞു സന്യാസിയെ വിളിച്ച് ഇതിനെപ്പറ്റി എന്താണ് ഈ സമാധി എന്ന് മനസ്സിലാക്കി തരണമെന്ന്. അപ്പോൾ ഇതിങ്ങനെ നിങ്ങൾ പറയുമ്പോഴേ നമുക്കറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയാണ് പൊതുവേദി. നമുക്ക് സന്യാസിയെ വിളിക്കാം. ഒരു ദിവസം സന്യാസി ഒരു നല്ല ഇതിനെപ്പറ്റി നല്ല ഒരു അവഗാഹമുള്ള ഒരു സ്വാമിയെ വിളിച്ച്, അല്ലെങ്കിൽ മത പണ്ഡിതനെ വിളിച്ച് നമുക്ക് ഈ കാര്യം ചർച്ച ചെയ്യാം. ഞാനിവിടെ അവതരിപ്പിക്കുകയും ചെയ്യാം. അതോടൊപ്പം ജയകൃഷ്ണൻ പറയുന്നത് കോവിഡ് ഓക്കെ, ഞാൻ ജയകൃഷ്ണൻ്റെ ഇത് കമൻറ്റ് വായിക്കുമ്പോഴേക്കും അത് മേലേക്ക് പോയി. അടുത്ത പ്രേക്ഷകൻ നമുക്ക് ഡേവിഡ് വിജയ്, നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. ശ്രീ ഡേവിഡ് വിജയ്, ഇന്ന് ധാരാളം പ്രേക്ഷകരുള്ളതുകൊണ്ട് അധികം സമയം തരാൻ നിർവാഹമില്ല. യെസ്, ചുരുങ്ങിയ വാക്കുകളിൽ. അതെ, ഇത് സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരും അവിശ്വാസികളൊന്നുമല്ല. പക്ഷെ അതൊരു നിയമത്തിന്റെ കീഴിൽ നിന്നിട്ട് ഏത് ആശ്രമമാണെങ്കിലും ഏത് പള്ളിയാണെങ്കിലും ഏത് മസ്ജിദാണെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇറ്റ് വിൽ ബി അണ്ടർ ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഇവർ ആ ഡോക്ടറെ വിളിച്ച ആ സമയത്ത് വരുത്തുകയാണ്. ആ ഡെത്ത് സർട്ടിഫിക്കറ്റ് മേടിക്കുകയാണെങ്കിൽ ഈ ക്വാളിഫൈഡ് ഡോക്ടർ ഇഫ് ഈ സർട്ടിഫൈസ് വെൽ ആൻഡ് ഗുഡ്, ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. അതിനു പകരം അതൊന്നും ചെയ്യാത്തതാണ് ഈ പ്രശ്നങ്ങളിലേക്ക് മുഴുവൻ വലിയ. ചിലർ ആർക്കും അവിശ്വാസമോ അതല്ലെങ്കിൽ ഈ വ്യക്തി ആണെന്നൊന്നും പറഞ്ഞില്ല. അത് ഞാൻ ഫസ്റ്റ് ഒരു ഇതിൽ താങ്കളുടെ അടുത്ത് റിയാക്ട് ചെയ്ത ഒരാളുടെ സെന്റിമെന്റ്സ് ഞാൻ കണ്ടു. അദ്ദേഹത്തിനോട് വളരെ റെഫറൻസ് കൊടുത്തിട്ട്. അതുകൊണ്ട് അതൊന്നും ഞങ്ങൾക്ക് അറിയാൻ നിവൃത്തിയില്ല. ചിലപ്പോൾ അദ്ദേഹം വളരെ ദിവ്യനായിരിക്കാം. എന്റെ പരിമിതമായിട്ടുള്ള അറിവനുസരിച്ച് വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികൾ അദ്ദേഹം സമാധിയായിട്ട് വളരെ ഭംഗിയായിട്ടാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തും അദ്ദേഹം ശരിക്കും സമാധി ആയതാണെന്നുള്ളത് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കാലത്താണെന്നാണ് എന്റെ ഓർമ്മ. ഞാൻ എനിക്ക് അത്രയ്ക്ക് പേരില്ല കേട്ടോ, എനിക്ക് വായിച്ചിട്ടുള്ള അറിവേ ഉള്ളൂ. അതുപോലെ എല്ലാ കാര്യങ്ങളും ഇതുപോലെ ഒരിക്കലും ബാങ്ക് മാനേജറിന്റെ അടുത്ത് പറയുണ്ടായി. അവിടെ ഒരു വ്യക്തി ലോണിന് അപേക്ഷിച്ചു. നോക്കുമ്പോൾ വളരെ സത്യസന്ധനാണ്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പാൻ കാർഡ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പാൻ കാർഡ് ഇല്ല. ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെന്റ് സബ്മിറ്റ് ചെയ്യണ്ടോന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. ഇദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ ഇതൊക്കെ കള്ളന്മാരില്ലേ, രാഷ്ട്രീയക്കാർ മോഷ്ടിച്ചോണ്ട് പോകും, അതുകൊണ്ട് ഞാൻ യത്തീംഖാനയ്ക്കും ഓർഫണേജിനും ഒക്കെയാണ് കൊടുക്കുന്നതെന്ന്. ആ ബാങ്ക് മാനേജർ എന്റെ അടുത്ത് ഒരു ബാങ്ക് മാനേജർ പറഞ്ഞു, അയാൾ പറഞ്ഞു നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ 4 ചുമരിന്റെ വീടിന്റെ അകത്ത്, അവിടുന്ന് പുറത്തിറങ്ങിയാൽ യു ആർ എ സിറ്റിസൺ. ബാങ്കിന് അതിൻ്റെതായ പ്രൊസീജിയേഴ്സും ഇതൊക്കെ ഉണ്ടെങ്കിൽ വരാൻ നിൽക്കുള്ളൂ. എനിക്ക് നിങ്ങളറിയാം, നിങ്ങൾ വളരെ ഭംഗിയായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ലാഭമുണ്ട്, എനിക്ക് ലോൺ തരുന്നതുകൊണ്ട് ഒരു റിസ്കും ഇല്ല എന്നുള്ളത്. സമയം നമുക്ക് പരിമിതമായതുകൊണ്ടാണ്. വളരെ നന്ദി താങ്കളുടെ അഭിപ്രായം. ഹരികൃഷ്ണൻ പറയുന്നത് ഞാൻ പൊതുവേദിയുടെ ഒരു പഴയ അംഗമാണ്, ഇനി മുതൽ ഞാൻ എൻ്റെ കമൻറ്റും വായിക്കണമെന്നാണ്. ഇതിലെന്താ സംശയം? ഹരികൃഷ്ണൻ്റെ കമൻറ്റുകൾ മറ്റെല്ലാവരുടെ കമൻറ്റുകൾ പോലെ വായിക്കും. ഹരികൃഷ്ണന് പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകനാണ് എന്ന് അറിയുന്നതിൽ ഒക്കെ ഞങ്ങൾക്ക് സന്തോഷം. ഒപ്പം ഈ റോക്കിംഗ് ആർമി പറയുന്ന കേരളത്തിൽ നിന്ന് നടക്കുന്നത് അനാചാരങ്ങളാണ്,
അതുകൊണ്ടാണ് അന്ധവിശ്വാസങ്ങൾ നിർത്തലാക്കാനുള്ള നിയമം കൊണ്ടുവരണം എന്ന് പറയുന്നു. നമുക്കത് അതിൻ്റെ വിദഗ്ധർ ആ കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നത് ഞാനും വിചാരിക്കുകയാണ്. നാരായണ ഗുരു, ഭഗവാൻ രമണ മഹർഷി, സ്വാമി വിവേകാനന്ദൻ, ആദിശങ്കരൻ ഇവരുടെ കാലത്ത് ജനിച്ചില്ലെങ്കിലും അവരെ പോലെ സമാധിയാകാൻ കഴിഞ്ഞ ഒരു ബ്ലസ്ഡ് സോളിൻ്റെ കാലത്ത് ജീവിക്കാൻ കഴിഞ്ഞു എന്നാണ് ശ്രീഹരി പറയുന്നത്. ഓക്കെ, ജയകൃഷ്ണൻ എസ് പറയുന്നു, കോവിഡ് വന്നതിൻ്റെ സത്യം ആധുനിക ലോകം കണ്ടെത്തിയോ? സമാധിയുടെ സത്യം തേടുന്നവർ അത് കണ്ടെത്തണം. കോവിഡിൻ്റെ നമുക്കറിയാലോ ഒരു പറ്റ രോഗാണു വരികയാണ്. ഈ രോഗാണുവിന് സംഭവിക്കുന്നത് മ്യൂട്ടേഷനാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ പലതരം കോവിഡ് ഇതിൻ്റെ വകഭേദങ്ങളായി മാറുന്നു, അത് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത്. ഇത് വൈറസാണ് എന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ആ വൈറസ് എങ്ങനെ ഉണ്ടായി, കാരണം എന്താണ് എന്ന് അന്വേഷിച്ച് പോകുമ്പോൾ അത് വലിയ സങ്കീർണമായ ചോദ്യമാകും. അത്രയും ഒരു ശാസ്ത്ര അറിവോ എനിക്കില്ല. ബിനീഷ് ഷാജി മാത്യു പറയുന്നു, ഞാനും പൊതുവേദിയുടെ അംഗമാണ്. ഇന്ന് പൊതുവേദിയുടെ അംഗമാണ് ബിനീഷ് എന്നറിയുന്നതിൽ സന്തോഷം. ബിനീഷിൻ്റെ കമൻറ്റുകൾ ഞാൻ ഇനി കുറച്ചുകൂടി ഗൗരവത്തോടെ ശ്രദ്ധിക്കാം. ഒപ്പം ഡിബിൻ സുരേഷ് പറയുന്നു, എന്നെയും കൂട്ടണം എന്നാണ് പറയുന്നത്. പിന്നെ സുരേഷ് നമ്മുടെ അവിഭാജ്യ ഘടകമായി കഴിഞ്ഞു. ഇനി പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകനാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഹ്യൂമൻ പറയുന്നു, അതുപോലെ എല്ലാവർക്കും ഒരു ഹായ് കൊടുക്കാമോ എന്നാണ്. ഹ്യൂമൻ, എൻ്റെ ഹായ് ഞാൻ അങ്ങോട്ട് തരികയാണ്. ഹ്യൂമൻ്റെ ഹായ് ഞാൻ എല്ലാവരെയും അറിയിക്കുകയാണ്. സമാധി എന്നൊന്നും ഇല്ലെങ്കിൽ സമാധി എന്ന വാക്ക് എങ്ങനെ ഉണ്ടായി എന്നാണ് പുലി മുരുകൻ ചോദിക്കുന്നത്. അത് അന്നത്തെ ഒരു കാര്യമാണല്ലോ. ഇപ്പോൾ പല വിഷയങ്ങൾ അങ്ങനെ ഉണ്ടാകും. ഹ്യൂമൻ പിന്നെ വന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് പ്രാഥമികമായൊരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. SS ആണ് ചോദിക്കുന്നത് എന്നോട്. പ്രാഥമികമായൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ആ പ്രാഥമികമായ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ആന്തരിക അവയവങ്ങളും രാസപരിശോധനാ ഫലവും ഒക്കെ വരേണ്ടതുണ്ട്. അത് വരുമ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ നോക്കാം. ഓക്കെ, കമൻറ്റ് വായിക്കാത്തതിൽ പരിഭവം ആർക്കും വേണ്ട. എല്ലാവരുടെയും കമൻറ്റ് ഞാൻ വായിക്കാമെന്ന് ഫസീല പറയുന്നത്. ഫസീല, എന്നെ സഹായിക്കാൻ ഫസീലയും രംഗത്ത് വന്നതിൽ വളരെ സന്തോഷം. ഒരു ദിവസം ഇവിടെ വന്ന് എന്നോടൊപ്പം പൊതുവേദിയിൽ നിന്ന് ഈ കമൻറ്റുകളൊക്കെ വായിക്കുകയാണെങ്കിൽ നല്ലതാണ്. ഒരു ദിവസം വരണം, നമുക്ക് പൊതുവേദി ഒരുമിച്ച് അവതരിപ്പിക്കാം. അമ്മുക്കുട്ടി പറയുന്നു, സമാധി ന്യൂസ് നാളെ മഹാസമാധി ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വാർത്തയൊക്കെ കൊടുക്കാം. അമ്മുക്കുട്ടിയൊക്കെ ഇത് കാണുമെന്നാണ് ഞാനും പ്രതീക്ഷിച്ചത്. വിക്രമൻ അടൂർ നമ്മുടെ പ്രേക്ഷകനാണ്. ശ്രീ വിക്രമൻ അടൂർ, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഒന്ന് പറയാമോ അങ്ങയുടെ അഭിപ്രായം? നമുക്ക് ഇത് സമയം അവസാനിക്കാറായി, അതുകൊണ്ടാണ്. ശരി സാറ്. പിന്നെ നമസ്കാരം. ഈ സമാധി എന്ന് പറഞ്ഞ് ഞാൻ കേട്ടറിഞ്ഞിട്ടുള്ളതും വായിച്ചറിഞ്ഞിട്ടുള്ളതും ഒരു സന്യാസി ഇന്ന ദിവസം ഇന്ന സമയത്ത് മരിക്കും, ആ മരണത്തെയാണ് സമാധി എന്ന് പറയുന്നത്. ഇവിടെ അത് ഉണ്ടായിട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ഇവരുടെ ഈ ഗോവിന്ദസ്വാമിയുടെ മക്കൾ ചെയ്ത തെറ്റാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. ഒരാൾ പറയുന്നത് അവിടെ പോയി ഇരുന്നിട്ടാണ് മരിച്ചത്, അല്ലാതെ പറയുന്നത് രാവിലെ ഗുളി കഴിച്ചെന്ന് പറഞ്ഞു. ഇത് തമ്മിലുള്ള പൊരുത്തക്കേടും ഇതോടൊപ്പം ആൾക്കാരെ അറിയിക്കാതിരുന്നതുമാണ് ഈ പ്രശ്നങ്ങളെല്ലാം കാരണം ഉണ്ടാക്കിയത്. അതാണ് എനിക്ക് അതിനെ പറ്റി പറയാനുള്ളത്. ഈ മക്കൾ അത് പൊതുജനങ്ങളെ അറിയിക്കണമായിരുന്നു. നമ്മുടെ സമയം പൂർണ്ണമായും അതിക്രമിച്ച് പോയത് കൊണ്ടാണ്. മുഫീദ് എന്നോട് ചോദിക്കുന്നത്, ഈ ചാനൽ മുസ്ലിങ്ങളെ വേർതിരിച്ച് കാണുന്നുണ്ടോ എന്ന്. എന്തായാലും നല്ല പ്രോഗ്രാം എന്ന് പറഞ്ഞ് എനിക്കൊരു ഹൃദയം അയച്ചു. മുഫീദ് ആരെയും വേർതിരിച്ച് കാണുന്നില്ല. മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും എല്ലാ വിശ്വാസികളെയും നമ്മൾ ഒരുമിച്ച് ചേർത്ത് പിടിക്കുകയാണ്. ഞങ്ങൾ പൊതുവേദി ഈ വിഷയം യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ചയ്ക്ക് വെച്ചിരുന്നു. ഗോവിന്ദസ്വാമിയുടെ മരണത്തിലെ ദുരൂഹത അവസാനിച്ചു എന്നാണ്. 67% ആളുകൾ അവസാനിച്ചു എന്നാണ് പറയുന്നത്. ഏതായാലും ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. ഇന്ന് പുതിയതായി ധാരാളം പ്രേക്ഷകർ നമുക്ക് ഒപ്പം പൊതുവേദിയിൽ ചേർന്നു. എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. ഒപ്പം തന്നെ നമുക്ക് ഇതിൽ റാണി ഒരു കാര്യം കൂടി പറഞ്ഞു, ഡോണ്ട് മേക്ക് എനി പ്രോബ്ലം അഗേൻസ്റ്റ് മുസ്ലിംസ് ആൻഡ് അതൊക്കെ നമുക്ക് അങ്ങനെ ജാതിയില്ല, മതമില്ല. പൊതുവേദി ഒരു മനസ്സും ഒറ്റക്കെട്ടുമായി നീങ്ങും. താങ്ക് യു സോ മച്ച്.